നമസ്കാരം. ഇടുക്കിയുടെ മഞ്ഞുവീണ മലനിരകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി മടങ്ങുകയാണ്. ഈ കുന്നുകൾക്ക് മുകളിലെ കാറ്റിന് വല്ലാത്തൊരു തണുപ്പുണ്ട്. അത് വെറുമൊരു കാലാവസ്ഥയല്ല, അത് വർഷങ്ങളായി മണ്ണിൽ മറവു ചെയ്യപ്പെട്ട ചില രഹസ്യങ്ങളുടെ നെടുവീർപ്പാണ്. 6 വർഷം മുൻപ് കാണാതായ 8 വയസ്സുകാരി ആമിന. അവൾ എവിടെയായിരുന്നു? അവളുടെ നിശബ്ദതയ്ക്ക് ഉത്തരവാദി ആരാണ്? ഹെഡ്ഫോണുകൾ കാതുകളിലേക്ക് വയ്ക്കുക. വണ്ടിപ്പെരിയാറിലേക്ക് കയറുകയാണ്. മലപ്പുറം ജില്ല പിന്നിട്ട് കോഴിക്കോട്ടേക്ക് കടക്കുമ്പോൾ മഴയുടെ ശക്തി ഒന്നുകൂടി കൂടിയിട്ടുണ്ടായിരുന്നു. ഇരുൾ വീണു തുടങ്ങിയ ആ വൈകുന്നേരത്ത് ഹൈവേയിലെ വാഹനങ്ങളുടെ വെളിച്ചം മഴത്തുള്ളികളിൽ തട്ടി ഒരുതരം മഞ്ഞ വെളിച്ചമായി റോഡിലാകെ പടർന്നുകിടന്നു. വണ്ടിപ്പെരിയാറിലെ ഗ്ലെൻമേരി എസ്റ്റേറ്റ്. അവിടെ പുതിയൊരു ടൂറിസം റിസോർട്ടിനു വേണ്ടി മണ്ണ് മാന്തിക്കൊണ്ടിരുന്ന JCB ഉടമയുടെ പരാതിയിലാണ് പോലീസ് അവിടെ എത്തിയത്. കനത്ത ഉരുൾപൊട്ടലിന് ശേഷം മണ്ണിനടിയിൽ നിന്നും ഉയർന്നു വന്നത് ഒരു പഴയ കോൺക്രീറ്റ് കട്ടയായിരുന്നു. ആ കട്ട തകർന്നപ്പോൾ പുറത്തു വന്നത് ഒരു കുഞ്ഞിൻ്റെ അവശിഷ്ടങ്ങളാണ്. രുദ്രൻ ആ കോൺക്രീറ്റ് കട്ടയ്ക്ക് മുന്നിൽ നിശ്ചലനായി നിന്നു. 10 മിനിറ്റ്. ചുറ്റുമുള്ള ചായത്തോട്ടങ്ങളിലെ പണിക്കാരുടെ പിറുപിറുപ്പുകൾ അയാൾ കേട്ടില്ല. കാറ്റിൻ്റെ ശബ്ദം പോലും അയാൾക്ക് നിലച്ചു. രുദ്രൻ്റെ മെഡിറ്റേഷൻ, ആ ചെറിയ കൈകൾ, മണ്ണിൽ പുതഞ്ഞ ആ ചെറിയ വിരലുകൾ, അവ ആരെയാണ് വിളിക്കുന്നത്? രുദ്രൻ്റെ കണ്ണുകൾ കോൺക്രീറ്റിൻ്റെ ഘടനയിൽ ഉടക്കി നിന്നു. കുഞ്ഞുമോൻ. ലോക്കൽ പോലീസ് വിചാരിക്കുന്നത് ഇത് എസ്റ്റേറ്റിലെ സാധാരണ ഫൗണ്ടേഷന്റെ ഭാഗമാണെന്നാണ്. പക്ഷേ ഈ സിമന്റ് മിക്സ് നോക്കൂ, ഇത് വീട് വയ്ക്കാൻ ഉപയോഗിക്കുന്നതല്ല. 6 വർഷം മുൻപ് ഈ എസ്റ്റേറ്റിന് ചുറ്റും പണിത ആ വലിയ മതിൽ കണ്ടില്ലേ? ആ മതിലിനുപയോഗിച്ച അതേ ഗ്രേഡ് സിമന്റാണിത്. ഇത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല. ആരോ ഈ കുട്ടിയെ ഈ കോൺക്രീറ്റിനുള്ളിലിട്ട് സീൽ ചെയ്തതാണ്. ഫെലിക്സ് തന്റെ ഗ്ലൗസുകൾ അണിഞ്ഞ് പതുക്കെ ആ അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് കൈകടത്തി. മണ്ണും കോൺക്രീറ്റ് കഷ്ണങ്ങളും മാറ്റി അയാൾ ഒരു ചെറിയ വസ്തു പുറത്തെടുത്തു. അതൊരു വെള്ളി വളയായിരുന്നു. ചെറിയൊരു കുഞ്ഞിൻ്റെ കയ്യിൽ അണിയുന്ന വള. സർ, 6 വർഷം പഴക്കമുണ്ട് ഈ അവശിഷ്ടങ്ങൾക്ക്. ഇവിടുത്തെ ആസിഡിക് സോയിൽ കാരണം മൃതദേഹം ഭാഗികമായി മമ്മിയായി മാറിയിട്ടുണ്ട്. ഈ കുട്ടി മരിക്കുമ്പോൾ കടുത്ത വേദന അനുഭവിച്ചിട്ടുണ്ടാകണം. കുഞ്ഞുമോൻ അവിടെ നിന്നിരുന്ന പഴയ തൊഴിലാളിയായ ചാക്കോയോട് സംസാരിച്ച് തിരിച്ചെത്തി. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഭയമായിരുന്നു. സർ, ചാക്കോച്ചൻ പറയുന്നത് അവളെ കാണാതായപ്പോൾ എല്ലാവരും കരുതിയത് കാട്ടാന പിടിച്ചുവെന്നാണ്. പക്ഷെ അന്ന് എസ്റ്റേറ്റ് മാനേജറുടെ ജീപ്പ് ഈ ഭാഗത്ത് കണ്ടിരുന്നതായി അയാൾ പറയുന്നു. രുദ്രൻ പതുക്കെ ആ വെള്ളിവള എടുത്ത് തൻ്റെ ടോർച്ച് വെളിച്ചത്തിൽ നോക്കി. വളയിലെ കറകൾ മാറ്റി നോക്കിയപ്പോൾ അതിൽ ചില അക്ഷരങ്ങൾ തെളിഞ്ഞു വന്നു. സർ, ഈ വള പതുക്കെ തിരിച്ചു നോക്കൂ. ഇതിലൊരു പേരുണ്ട്, VM. 6 വർഷം മുൻപ് ഈ എസ്റ്റേറ്റിൻ്റെ മാനേജറായിരുന്ന വ്യക്തി. ഇന്ന് നമ്മുടെ സ്റ്റേറ്റിലെ ഹോം മിനിസ്റ്റർ ആയിരിക്കുന്ന വിശ്വനാഥ് മേനോൻ. അയാളുടെ അക്ഷരങ്ങൾ ഈ കുഞ്ഞിൻ്റെ വളയിൽ എങ്ങനെ വന്നു? അതിനേക്കാൾ ഭീകരമായത് ഇതാണ് സർ. ഫെലിക്സ് തൻ്റെ ട്വീസർ ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ കഴുത്തിലെ എല്ലുകൾക്കിടയിൽ നിന്നും തുരുമ്പിച്ച ഒരു പഴയ ഇരുമ്പ് ആണി നെയിൽ പുറത്തെടുത്തു. ഇതൊരു സാധാരണ ആണിയല്ല സർ. ഇത് എസ്റ്റേറ്റിലെ അതിർത്തി വേലി ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആണിയാണ്. ഇതിലൂടെയാണോ ഈ കുഞ്ഞിൻ്റെ ശ്വാസം പോയത്? വണ്ടിപ്പെരിയാറിലെ ആ ചെറിയ ചായക്കടയിൽ രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു. തോട്ടം തൊഴിലാളികൾ കമ്പിളി പുതപ്പുകൊണ്ട് തലമൂടി ജീപ്പുകളിൽ കയറാൻ നിൽക്കുന്നുണ്ട്. കടയുടെ ഒരു മൂലയിലിരുന്ന് കുഞ്ഞുമോൻ ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും ആവേശത്തോടെ കഴിക്കുകയായിരുന്നു. ഈ കടുത്ത തണുപ്പിലും അവൻ്റെ നെറ്റിയിൽ ചെറിയ വിയർപ്പുതുള്ളികളുണ്ടായിരുന്നു. സാർ, ഈ പെണ്ണുങ്ങളെ കൊണ്ട് തോറ്റു. ഇന്നലെ രാത്രി എൻ്റെ ഭാര്യ വിളിച്ചിട്ട് ഒരേ വാശി. അടുത്ത വീട്ടിലെ സുശീല ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങിയതുകൊണ്ട് നമുക്ക് ഒരെണ്ണം വേണമത്രേ. EMIക്ക് എടുത്താൽ മതിയെന്ന്. ഈ കടന്നു പറയുന്നതൊരു വലിയ കുരുക്കാണ് സാർ. മാസാവസാനം ശമ്പളം വരുമ്പോൾ ഈ ബാങ്കുകാർ അത് മുഴുവൻ പിടിച്ചുകൊണ്ടുപോകും. ഈ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി മനുഷ്യൻ ജീവിതകാലം മുഴുവൻ പണിയെടുക്കണം. ഫെലിക്സ് ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആൻറ്റി ബാക്ടീരിയൽ വൈപ്സ് ഉപയോഗിച്ച് ചായക്കടയിലെ ആ മരമേശ ആവർത്തിച്ച് തുടയ്ക്കുകയായിരുന്നു. എന്നിട്ട് തൻ്റെ കറുത്ത ബാഗിൽ നിന്നും എവിഡൻസ് ബാഗുകൾ ഒട്ടും പൊടി പറ്റാത്ത രീതിയിൽ വളരെ കൃത്യമായ അകലത്തിൽ മേശപ്പുറത്ത് അടുക്കി വെച്ചു. അയാളുടെ OCD ഈ അന്തരീക്ഷത്തിൽ വല്ലാതെ കൂടുന്നുണ്ടായിരുന്നു. കുഞ്ഞുമോൻ, നിന്റെ ഈ EMI കഥകളേക്കാൾ ഭീകരമാണ് ഈ ടേബിളിലെ മൈക്രോബയോളജിക്കൽ എക്കോസിസ്റ്റം. ഇത് കണ്ടാൽ സ്കോട്ട്ലൻഡ് യാർഡിലെ ഫോറൻസിക് ലാബിലുള്ളവർ ബോധം കെട്ടു വീഴും. ഈ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ബാക്ടീരിയകൾ വളരെ വേഗത്തിൽ പെരുകും. എന്റെ എവിഡൻസ് ബാഗുകളിലേക്ക് ഈ പൊടി കയറിയാൽ ആമിനിയുടെ DNA റിസൾട്ട് ആകെ കുളമാകും. ഞാനിവിടുന്ന് ചായ കുടിക്കുന്നില്ല സാർ. രുദ്രൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചൂടുള്ള കട്ടൻ കാപ്പി പതുക്കെ ഊതി കുടിച്ചു. അയാളുടെ കണ്ണുകൾ തോട്ടത്തിലേക്ക് പോകുന്ന ആ പാവപ്പെട്ട തൊഴിലാളികളിലായിരുന്നു. കടമെന്നത് പണത്തിൻ്റെ മാത്രമല്ല കുഞ്ഞുമോൻ. ചില രഹസ്യങ്ങൾ വലിയൊരു കടമാണ്. അത് നമ്മളെ എക്കാലവും വേട്ടയാടിക്കൊണ്ടിരിക്കും.
ആമിനയുടെ അച്ഛൻ കബീർ എസ്റ്റേറ്റിലെ പണവുമായി ഒളിച്ചോടിയെന്നാണ് 6 വർഷം മുൻപ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ കബീറിന്റെ സഹോദരൻ സമീർ, വെറുമൊരു തോട്ടം തൊഴിലാളിയായ അവൻ, എങ്ങനെയാണ് കബീർ പോയതിനു തൊട്ടുപിന്നാലെ ആ മലഞ്ചെരുവിൽ ഇത്ര വലിയൊരു കോൺക്രീറ്റ് വീട് വെച്ചത്? ഒരു എസ്റ്റേറ്റ് പണിക്കാരൻ എങ്ങനെയാണ് ഇത്രയും പണം കിട്ടിയത്? നമുക്ക് സമീറിന്റെ ആ പുതിയ വീട്ടിലേക്കൊന്ന് പോകാം. തോട്ടത്തിന്റെ അതിർത്തിയിലായി പണിത വലിയൊരു ഇരുനില വീടായിരുന്നു സമീറിന്റേത്. ആ പരിസരത്തെ മറ്റു വീടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊരു കൊട്ടാരം തന്നെയായിരുന്നു. പോലീസ് വാഹനം മുറ്റത്തു വന്നു നിന്നപ്പോൾ സമീറിന്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമം പ്രകടമായി. രുദ്രൻ ജീപ്പിൽ നിന്നിറങ്ങി നേരെ സമീറിന്റെ അടുത്തേക്ക് നടന്നു. മുഖവുരകളില്ലാത്ത രുദ്രന്റെ തണുത്ത ചോദ്യം ചെയ്യൽ അവിടെ ആരംഭിച്ചു. സമീർ, നിന്റെ വീടിന്റെ ഫൗണ്ടേഷൻ ഉപയോഗിച്ച സിമന്റ് വളരെ മികച്ചതാണല്ലോ. 6 വർഷം മുൻപ് നിന്റെ ജ്യേഷ്ഠൻ കബീർ എസ്റ്റേറ്റിലെ പണവും മോഷ്ടിച്ചൊളിച്ചോടിയ സമയത്താണ് നീ ഈ വീടുപണി തുടങ്ങിയത്. ആമിനയുടെ ശരീരമടക്കം ചെയ്ത കോൺക്രീറ്റിന്റെ അതേ സിമന്റ്. സത്യം പറഞ്ഞാൽ നിനക്ക് നല്ലത്. കബീർ ആ പണം മോഷ്ടിച്ചില്ല, മറിച്ച് അവന് കിട്ടിയ പണം നീ തട്ടിയെടുത്തു. അവനെയും ആമിനെയും നീ കൊന്നു. ആ പണം ഉപയോഗിച്ച് നീ ഈ വീട് വെച്ചു, അല്ലേ സമീർ? സമീർ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. അയാളുടെ കണ്ഠനാളം വരണ്ടുപോയിരുന്നു. രുദ്രന്റെ കണ്ണുകളിലെ ആ തീക്ഷ്ണത സമീറിനെ പൂർണ്ണമായും തളർത്തി. സാർ, പടച്ചോനാണ്, ഞാൻ എന്റെ ജ്യേഷ്ഠനെ കൊന്നിട്ടില്ല. ആമിന മോളെ ഞാൻ തൊട്ടിട്ട് പോലുമില്ല സാർ. കബീർ പണവുമായി മുങ്ങിയതാണ്. ഞാൻ ഈ വീട് വെച്ചത് ആ പണം കൊണ്ടല്ല സാർ. സമീർ കളവ് പറയുകയാണെന്ന് ആർക്കും തോന്നിപ്പോകും. അത്രമാത്രം കൃത്യമായിരുന്നു രുദ്രന്റെ വാദങ്ങൾ. സമീറിന് പണത്തോട് ആർത്തിയുണ്ടായിരുന്നു. അയാൾക്കൊരു പുതിയ വീട് വെക്കാൻ സാധിച്ചു. ആമിന മരിച്ച അതേ സമയത്തായിരുന്നു അത്. ലക്ഷണമൊത്ത ഒരു കൊലപാതകി. രുദ്രൻ അറസ്റ്റിന് ഉത്തരവിടാൻ ഒരുങ്ങുമ്പോൾ ഫെലിക്സ് തന്റെ ടാബ്ലറ്റ് പതുക്കെ രുദ്രന്റെ നേരെ നീട്ടി. 1 മിനിറ്റ് സർ. നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. സമീർ പറയുന്നതാണ് സത്യം. ഞാൻ ഇവിടുത്തെ പഴയ പഞ്ചായത്ത് രേഖകളും ബാങ്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും ഡീപ് സ്കാൻ ചെയ്തു സർ. ഈ വീട് വെക്കാൻ സമീർ ഉപയോഗിച്ച പണം കബീറിന്റേതല്ല. ഇത് സമീറിന്റെ അളിയൻ ഗൾഫിൽ നിന്നും അയച്ചുകൊടുത്ത തികച്ചും ലീഗലായ പണമാണ്. അതിന്റെ ബാങ്ക് റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട്. മാത്രമല്ല, ഫെലിക്സ് തന്റെ വിരൽ സ്ക്രീനിൽ ഒന്നുകൂടി അമർത്തി. ആമിനയും കബീറും അപ്രത്യക്ഷമായ ആ രാത്രിയിൽ സമീർ കുമളി പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലായിരുന്നു എന്നാണ് രേഖകൾ പറയുന്നത്. രാത്രി 9:30 ഒരു ബാറിലെ തർക്കത്തിന് അയാളെ അറസ്റ്റ് ചെയ്തതായി ജനറൽ ഡയറിയിലുണ്ട്. പക്ഷേ സർ, ഇതാ നോക്കൂ. സമീർ രാത്രി 9 മണിക്ക് സാവിത്രി ടീച്ചറുടെ വീട്ടിൽ വെച്ച് കൃത്യം നടത്തിയ ശേഷം 11:30 ബോധപൂർവം ബാറിൽ ഒരു സംഘർഷമുണ്ടാക്കി അറസ്റ്റ് വരിക്കുകയായിരുന്നു. പോലീസുകാർക്ക് പണം നൽകി അയാൾ ആ എൻട്രി 9:30 ബാക്ക് ഡേറ്റ് ചെയ്യിപ്പിച്ചു. ഇതൊരു വ്യാജ അലിബിയാണ് സർ. രുദ്രന്റെ മുഖത്ത് ഒരു കടുത്ത ഭാവം നിഴലിച്ചു. സമീർ എന്ന കൊലയാളി പോലീസിനെ പോലും കബളിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. പണം നൽകി ലോക്കൽ പോലീസിനെ കൊണ്ട് വ്യാജ അലിബിയുണ്ടാക്കിയ സമീർ തന്നെയാണോ ആ പിഞ്ചുകുഞ്ഞിനെ ഇത്ര ക്രൂരമായി? ആ കുഞ്ഞിന്റെ നിശബ്ദതയ്ക്ക് കാരണമായത്? കബീർ പണവുമായി മുങ്ങിയതാണെങ്കിലും സമീറിന്റെ ഈ നീക്കം അയാളെ കേസിലെ പ്രധാന പ്രതിയാക്കി മാറ്റുകയാണ്. രുദ്രനും ഫെലിക്സും ബാങ്ക് രേഖകൾ പരിശോധിക്കുമ്പോൾ വീടിന്റെ അടുക്കള ഭാഗത്ത് കുഞ്ഞുമോൻ സമീറിന്റെ ഭാര്യ സുഹറയോട് സംസാരിക്കുകയായിരുന്നു. അവർ കരയുന്നുണ്ടായിരുന്നു. കുഞ്ഞുമോന്റെ നിഷ്കളങ്കമായ പെരുമാറ്റം അവരുടെ ഉള്ളിലെ ഭയത്തെ പതുക്കെ ഇല്ലാതാക്കി. സുഹറാത്ത, കരയാതിരിക്ക്. ഈ പാവം കുഞ്ഞിനെ കൊന്നവരെ നമ്മൾ പിടിക്കും. കബീറിക്ക എന്തിനാണ് ആ മോളെ ഇത്രയും വെറുത്തത്? സുഹറ കണ്ണീർ തുടച്ചുകൊണ്ട് കുഞ്ഞുമോന്റെ അടുത്തേക്ക് വന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു. മോനെ, ആമിന കബീറിന്റെ സ്വന്തം മകളായിരുന്നില്ല. കബീറിന്റെ ഭാര്യ പണ്ട് ആ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വീട്ടുജോലിക്ക് നിൽക്കുമായിരുന്നു. അന്നവിടെ താമസിച്ചിരുന്ന മാനേജർ, വലിയൊരു നേതാവ്. ആമിനയുടെ അച്ഛൻ അയാളാണ്. ഇതറിഞ്ഞപ്പോൾ കബീർ ആകെ തകർന്നുപോയി. പക്ഷെ അവർ കബീറിന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഒതുക്കി തീർത്തു. സ്വന്തം മകളല്ലാത്തതുകൊണ്ട് കബീറിന് ആ കുട്ടിയോട് എപ്പോഴും വെറുപ്പായിരുന്നു. കുഞ്ഞുമോന്റെ കണ്ണുകൾ വിടർന്നു. ഒരു വലിയ ബോംബ് പൊട്ടിയതുപോലെയുള്ളൊരു വിവരമാണിത്. കുഞ്ഞുമോൻ ഓടിവന്ന് രുദ്രനോട് ഈ കാര്യം പറഞ്ഞു. രുദ്രന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. എസ്റ്റേറ്റ് മാനേജർ VM വിശ്വനാഥ മേനോൻ, ഇന്നത്തെ ഹോം മിനിസ്റ്റർ. അപ്പോഴാണ് ഫോറൻസിക് വാനിൽ നിന്നും ഫെലിക്സ് തന്റെ ലാപ്ടോപ്പുമായി ഓടിവന്നത്. അയാളുടെ മുഖത്ത് വലിയൊരു നടുക്കമുണ്ടായിരുന്നു. സാർ, ഫെലിക്സിന്റെ ശബ്ദം വിറയ്ക്കുകയായിരുന്നു. ആ വെള്ളിവളയുടെ മെറ്റലർജിക്കൽ അനാലിസിസ് ഞാൻ ചെയ്തു. അതൊരു സാധാരണ വളയല്ല. അതൊരു സ്വർണ്ണപ്പണിക്കാരൻ പ്രത്യേകമായി ഉണ്ടാക്കിയ ഒരു ആഭരണമാണ്. മാത്രമല്ല, ആ കോൺക്രീറ്റ് കട്ടയിൽ നിന്നും എനിക്ക് ആമിനയുടെ ഒരു ചെറിയ മുടിനാരിഴ കിട്ടിയിരുന്നു.
അതിലെ DNA ഞാൻ നാഷണൽ ഡേറ്റാബേസുമായി വെരിഫൈ ചെയ്തു. സാർ, അത് കബീറിൻ്റെയോ ഭാര്യയുടെയോ DNAയുമായി മാച്ച് ആവുന്നില്ല. പകരം ഫെലിക്സ് സ്ക്രീനിലേക്ക് ചൂണ്ടി. നമ്മുടെ ഹോം മിനിസ്റ്റർ വിശ്വനാഥ മേനോൻ്റെ കുടുംബത്തിലുള്ള ഒരു പ്രത്യേക ജനിതക ഘടനയുമായി ഇത് 99.9% മാച്ച് ആവുന്നുണ്ട്. സാർ, കൊല്ലപ്പെട്ട ആമിന വെറുമൊരു തോട്ടം തൊഴിലാളിയുടെ മകളല്ല. അവൾ ഹോം മിനിസ്റ്റർ വിശ്വനാഥ മേനോൻ്റെ സ്വന്തം ചോരയാണ്. സ്വന്തം ചോരയെ അദ്ദേഹം ഈ മണ്ണിൽ കുഴിച്ചുമൂടിയതാണോ? കുമളിയിലെ ആ ചെറിയ ലോഡ്ജ് മുറിയിൽ കനത്ത തണുപ്പായിരുന്നു. 3-ാം ദിവസത്തെ പ്രഭാതം ഒരു മഴയോടൊപ്പമാണ് തുടങ്ങിയത്. ഈർപ്പം കാരണം മുറിയിലെ ചുമലുകളിൽ ചെറിയ പൂപ്പലുകൾ വന്നിട്ടുണ്ട്. പത്രക്കടലാസിൽ പൊതിഞ്ഞ ചൂടുള്ള പരിപ്പുവടയും ആവി പറക്കുന്ന ചുക്കുകാപ്പിയും ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു കുഞ്ഞുമോൻ. ഇടുക്കിയിലെ ഈ തണുപ്പിനെ നേരിടാൻ ഇതിലും നല്ലൊരു മരുന്നില്ല എന്നവനറിയാം. പക്ഷെ അവന്റെ മുഖത്ത് വല്ലാത്തൊരു ചിന്താക്കുഴപ്പമുണ്ടായിരുന്നു. സാർ, ഇന്നലെ ഈ EMI അടച്ച് ഫ്രിഡ്ജ് വാങ്ങിയ കാര്യം പറഞ്ഞില്ലേ? ഇന്ന് രാവിലെ KSEBയിൽ നിന്ന് മെസ്സേജ് വന്നു. കറണ്ട് ബിൽ ഇരട്ടിയായിരിക്കുന്നു. എന്റെ ഭാര്യ ആ ഡബിൾ ഡോർ ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നുവെച്ച് അതിനുള്ളിലെ തണുപ്പത്ത് നിന്നുകൊണ്ടാണ് പച്ചക്കറി അരിയുന്നത്. ഇങ്ങനെ പോയാൽ കറണ്ട് ബിൽ അടയ്ക്കാൻ വേണ്ടി ഞാൻ വേറെ ലോൺ എടുക്കേണ്ടി വരും സാർ. ഒരു സാധാരണക്കാരന് ഈ ആഡംബരങ്ങളൊക്കെ വലിയൊരു കെണിയാണ്. ലാപ്ടോപ്പിലെ ചാർജർ പ്ലഗിൽ കുത്താൻ ശ്രമിക്കുകയായിരുന്ന ഫെലിക്സ് ആ മുറിയിലെ പൂപ്പലുകളിലേക്ക് വെറുപ്പോടെ നോക്കി. അയാൾ തന്റെ മൂക്ക് ഒരു തൂവാല കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമോൻ, നിന്റെ ഈ കറണ്ട് ബില്ലിനേക്കാൾ വേഗത്തിലാണ് ഈ മുറിയിലെ ഫംഗൽ സ്പോറുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുന്നു. സ്കോട്ട്ലൻഡ് യാർഡിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മൾ ഹസ്മെറ്റ് സ്യൂട്ട് ഇട്ടേ നിൽക്കോ? ഈ പൂപ്പൽ എന്റെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനെ വരെ നശിപ്പിക്കും സാർ. രുദ്രൻ തന്റെ ഫ്ലാസ്കിൽ നിന്നും ചൂടുള്ള കട്ടൻ കാപ്പി പ്ലാസ്റ്റിക് കപ്പിലേക്ക് പകർന്നു. അയാൾ ആ മഴയിലേക്ക് നോക്കി ഒരു നിമിഷം നിശബ്ദനായി നിന്നു. അധികാരം എപ്പോഴും ഈ പൂപ്പല് പോലെയാണ് ഫെലിക്സ്. അത് വളരെ പെട്ടെന്ന് പടരും. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം വൃത്തിയായിരിക്കാം, പക്ഷേ ഉള്ളിൽ അത് മനുഷ്യന്റെ എല്ലാ നന്മകളെയും നശിപ്പിച്ചു കളയും. ആമിനയുടെ മകൻ കബീർ എസ്റ്റേറ്റിലെ പണവുമായി മരിച്ചുവെന്നാണ് 6 വർഷമായി എല്ലാവരും വിശ്വസിക്കുന്നത്. ആമിന മരിച്ച അതേ സമയത്തായിരുന്നു അത്. സ്വന്തം ഇമേജ് സംരക്ഷിക്കാൻ അയാൾ തീർത്ത കോൺക്രീറ്റ് മതിലാണ് ആമിനയുടെ ശവക്കുഴി. നമുക്ക് ആ മന്ത്രിമന്ദിരത്തിലേക്കൊന്ന് പോകാം. കുമളിയിലെ ഹോം മിനിസ്റ്ററുടെ ഗസ്റ്റ് ഹൗസ് ഒരു കോട്ട പോലെയാണ്. കമാൻഡോകളുടെ വലിയൊരു കാവൽ അവിടെയുണ്ട്. എന്നാൽ DYSP രുദ്രൻ നായർ ആ പ്രോട്ടോക്കോളുകളെല്ലാം കാട്ടിൽ പറത്തിക്കൊണ്ട് നേരെ മിനിസ്റ്ററുടെ പ്രൈവറ്റ് സ്റ്റഡി റൂമിലേക്ക് നടന്നു കയറി. വിശ്വനാഥ മേനോൻ ചില ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അനുവാദമില്ലാതെ കടന്നുവന്ന രുദ്രനെ കണ്ടപ്പോൾ അയാളുടെ മുഖത്ത് കടുത്ത ദേഷ്യം പ്രകടമായി. ഇൻസ്പെക്ടർ, വാട്ട് ഇസ് ദ മീനിംഗ് ഓഫ് ദിസ്? ഒരു ഹോം മിനിസ്റ്ററുടെ മുറിയിലേക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കടന്നുവരാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത്? രുദ്രൻ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ആ മേശപ്പുറത്തേക്ക് 2 കാര്യങ്ങൾ വെച്ചു. ഒന്ന് ആമിനയുടെ ആ വെള്ളിവളയുടെ ഫോട്ടോ, രണ്ടാമത്തേത് ഫെലിക്സ് തയ്യാറാക്കിയ DNA മാച്ചിംഗ് റിപ്പോർട്ട്. ഈ ഫയലിലെ അധികാരം എനിക്ക് തന്നത് കോൺക്രീറ്റിനുള്ളിൽ ശ്വാസം മുട്ടി മരിച്ച നിങ്ങളുടെ സ്വന്തം മകളാണ് സാർ. 6 വർഷം മുൻപ് ഇലക്ഷനിൽ മത്സരിക്കുന്നതിന് തൊട്ടുമുൻപ് ഈ കുട്ടിയുടെ അച്ഛൻ നിങ്ങളാണെന്ന സത്യം പുറത്തുവരും എന്ന് നിങ്ങൾ ഭയന്നു. ആ ഭയം മറച്ചുവെക്കാൻ നിങ്ങൾ കബീറിന് പണം കൊടുത്തു. എന്നിട്ടും സമാധാനം കിട്ടാതെ വന്നപ്പോൾ ആ പിഞ്ചു കുഞ്ഞിനെ നിങ്ങൾ കൊന്ന് കോൺക്രീറ്റിൽ മൂടി, അല്ലേ? ആ DNA റിപ്പോർട്ടും വളയിലെ ഫോട്ടോയും കണ്ടതും വിശ്വനാഥ മേനോന്റെ മുഖത്തെ ആ ധാർഷ്ട്യം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണു. അയാളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. 55 വയസ്സുള്ള ഒരു കേരളം ഭരിക്കുന്ന മന്ത്രി പെട്ടെന്നൊരു കൊച്ചുകുട്ടിയെപ്പോലെ തന്റെ കസേരയിലേക്ക് തളർന്നിരുന്നു. അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ആ സങ്കടം ഒരു നാടകമായിരുന്നില്ല. എന്റെ മകൾ, അവൾ മരിച്ചോ? സാർ, പടച്ചോനാണ്, ഞാൻ എൻ്റെ മോളെ കൊന്നിട്ടില്ല. എനിക്ക് അവളെ ജീവനായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഇതറിയാമായിരുന്നില്ല എന്നത് സത്യമാണ്. ഇലക്ഷൻ സമയത്ത് ഇത് പുറത്തു വന്നാൽ എൻ്റെ പാർട്ടി എന്നെ പുറത്താക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ കബീറിന് പണം കൊടുത്ത് അവളെ നോക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവൻ പണത്തിനു വേണ്ടി എന്നെ വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ അവളെ അവിടെ നിന്നും മാറ്റാൻ തീരുമാനിച്ചു. വിശ്വനാഥ മേനോൻ തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പഴയ ഫോട്ടോ എടുത്തു. ആമിനയുടെ ഒരു ചെറിയ ഫോട്ടോ. ഞാൻ ഊട്ടിയിലുള്ള ഒരു വലിയ ബോർഡിംഗ് സ്കൂളിൽ അവൾക്ക് അഡ്മിഷൻ ശരിയാക്കിയിരുന്നു സാർ. അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ. അവളെ അങ്ങോട്ട് മാറ്റാൻ പോകുന്നതിന് തലേ ദിവസമാണ് കബീർ പണവുമായി മുങ്ങിയതും അവളെ കാണാതായതും. ഞാൻ വിചാരിച്ചത് അവൻ അവളെയും കൊണ്ട് എങ്ങോട്ടോ ഒളിച്ചോടിയെന്നാണ്. രുദ്രൻ സംശയത്തോടെ ഫെലിക്സിനെ നോക്കി. ഒരു രാഷ്ട്രീയക്കാരന്റെ കണ്ണുനീർ വിശ്വസിക്കാൻ രുദ്രന് തയ്യാറായിരുന്നില്ല. എന്നാൽ ഫെലിക്സ് തന്റെ ടാബ്ലറ്റിൽ എന്തോ പരിശോധിക്കുകയായിരുന്നു. ഫെലിക്സിന്റെ മുഖത്ത് വല്ലാത്തൊരു നടുക്കമുണ്ടായിരുന്നു. സാർ, മിനിസ്റ്റർ പറയുന്നത് സത്യമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് അക്കൗണ്ടിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ട്രേസ് ചെയ്തു. ആമിന കൊല്ലപ്പെട്ട 6 വർഷം മുൻപ് അദ്ദേഹം കബീറിന് പണം കൊടുക്കുന്നത് നിർത്തിയിട്ടില്ല. കൊലപാതകം കഴിഞ്ഞ് കൃത്യം 3 വർഷത്തോളം അദ്ദേഹം എല്ലാ മാസവും കബീറിന്റെ ഒരു ബെനാമി അക്കൗണ്ടിലേക്ക് ഊട്ടിയിലെ സ്കൂൾ ഫീസ് എന്ന പേരിൽ ലക്ഷക്കണക്കിന് രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആമിന മരിച്ചു എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. കബീർ അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുകയായിരുന്നു. മിനിസ്റ്റർ ഈസ് ക്ലിയർ.
അദ്ദേഹം കൊലയാളിയല്ല. രുദ്രൻ ഞെട്ടിപ്പോയി. ഹോം മിനിസ്റ്റർ ഒരു കൊലയാളിയായിരുന്നില്ല, മറിച്ച് സ്നേഹം കൊണ്ട് കബളിപ്പിക്കപ്പെട്ട ഒരച്ഛനായിരുന്നു. ആമിന മരിച്ചതറിയാതെ അയാൾ 3 വർഷം അവൾക്കായി പണം അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ ആമിനയെ കൊന്നത് കബീറാണോ? പണത്തിനുവേണ്ടി കബീർ അവളെ കൊന്നു കുഴിച്ചുമൂടിയതാണോ? ഈ സമയത്ത് പുറത്ത് മഴയത്ത് ജീപ്പിനടുത്ത് നിന്നിരുന്ന മിനിസ്റ്ററുടെ പഴയ ഡ്രൈവർ മുത്തുവിനോട് കുഞ്ഞുമോൻ സംസാരിക്കുകയായിരുന്നു. കുഞ്ഞുമോന്റെ ആ നാടൻ സംസാര ശൈലി എപ്പോഴും ആളുകളെക്കൊണ്ട് സത്യം പറയിക്കാൻ മിടുക്കുള്ളതാണ്. മുത്തണ്ണ, ഈ മിനിസ്റ്റർ സാർ നല്ലൊരു മനുഷ്യനാണല്ലേ? പാവം, ആമിന മോളുടെ കാര്യമോർത്ത് അദ്ദേഹം ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാകും. മുത്തു ചുറ്റുമൊന്നു നോക്കി കുഞ്ഞുമോന്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു, സാർ, ആ കുട്ടി പോയത് സാറിന് വലിയ സങ്കടമായിരുന്നു. പക്ഷെ ഈ വിവരം സാറിന്റെ ഭാര്യ ദേവിക മരണത്തിന് അറിഞ്ഞിരുന്നില്ല എന്നത് സത്യമാണ്. ആമിനയെ കാണാതായ ആ രാത്രി ദേവിക മാഡം ആർക്കും മുന്നറിയിപ്പില്ലാതെ കൊച്ചിയിൽ നിന്നും നേരെ ഈ വണ്ടിപ്പെരിയാർ എസ്റ്റേറ്റിലേക്ക് വന്നിരുന്നു. അവർ വല്ലാതെ ദേഷ്യത്തിലായിരുന്നു സാർ. കുഞ്ഞുമോന്റെ കണ്ണുകൾ വിടർന്നു. മിനിസ്റ്ററുടെ നിയമപരമായ ഭാര്യ ദേവിക, സ്വന്തം ഭർത്താവിന് മറ്റൊരു ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞിരുന്നു. ആ കുട്ടിയെ ഇല്ലാതാക്കാൻ അവർ നേരിട്ട് എസ്റ്റേറ്റിലേക്ക് വന്നതാണോ? കുഞ്ഞുമോൻ ഓടിവന്ന് രുദ്രനോട് ഇക്കാര്യം പറഞ്ഞു. രുദ്രന്റെ മുഖത്തെ ഭാവം മാറി. അപ്പോഴാണ് ഫെലിക്സ് തന്റെ ലാപ്ടോപ്പുമായി രുദ്രന്റെ അടുത്തേക്ക് വന്നത്. ആമിനയുടെ കഴുത്തിൽ നിന്നും കിട്ടിയ ആ തുരുമ്പിച്ച ഇരുമ്പാണിയുടെ ഒരു മാക്രോ ഫോട്ടോഗ്രാഫ് അവൻ സ്ക്രീനിൽ വലുതാക്കി കാണിച്ചു. സാർ, ഈ ആണി എസ്റ്റേറ്റിലെ വേലി കെട്ടാൻ ഉപയോഗിക്കുന്നതാണെന്നാണല്ലോ നമ്മൾ കരുതിയത്. പക്ഷേ ഞാൻ ഇതിന്റെ ഹെഡ് മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചു. ഇതിൽ വളരെ നേർത്ത ഒരു പെയിന്റിന്റെ അംശമുണ്ട്. കടുത്ത പച്ച നിറത്തിലുള്ള പെയിന്റ്. എസ്റ്റേറ്റിലെ വേലികൾക്കെല്ലാം സിൽവർ നിറമാണ് അടിച്ചിരിക്കുന്നത്. ഈ പച്ച പെയിന്റ് വേലിയിൽ നിന്നുള്ളതല്ല, ഇതൊരു വണ്ടിയുടെ ബമ്പറിൽ നിന്നുള്ളതാണ്. സാർ, മുത്തണ്ണൻ എന്നോട് പറഞ്ഞിരുന്നു ദേവിക മാഡം അന്ന് രാത്രി എസ്റ്റേറ്റിലേക്ക് ഓടിച്ചു വന്നത് അവരുടെ സ്വന്തം പേഴ്സണൽ ജീപ്പായിരുന്നു എന്ന്. സ്പെഷ്യലായി പെയിന്റ് ചെയ്ത ഒരു കടുത്ത പച്ച നിറത്തിലുള്ള ഓഫ് റോഡ് ജീപ്പ്. രുദ്രൻ മരവിച്ചു നിന്നുപോയി. ഒരു 6 വയസ്സുകാരിയെ ജീപ്പ് കയറ്റി കൊന്നിട്ട് ആ അപകടം മറച്ചുവെക്കാൻ വേണ്ടി അവളെ കോൺക്രീറ്റിൽ സീല് ചെയ്തതാണോ ദേവിക? ഭർത്താവിന്റെ തെറ്റിന്റെ ജീവിക്കുന്ന തെളിവിനെ അവർ ഇല്ലാതാക്കിയതാണോ? രുദ്രന്റെ ബൊലേറോ സാവധാനം നീങ്ങുകയായിരുന്നു. പുറത്ത് കനത്ത മൂടൽമഞ്ഞ് കാഴ്ചകളെ മറച്ചിരിക്കുന്നു. കാറിനുള്ളിലെ ഹീറ്റർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തെ തണുപ്പ് ചില്ലുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. മുൻസീറ്റിലിരുന്ന് തന്റെ പുതിയ ഫ്രിഡ്ജിനെക്കുറിച്ച് ആകുലപ്പെടുകയായിരുന്നു കുഞ്ഞുമോൻ. സാർ, ആ ഫ്രിഡ്ജ് വാങ്ങിയതിൽ പിന്നെ ഒരു സമാധാനവുമില്ല. രാത്രി അതിനുള്ളിൽ നിന്ന് ആരോ മാന്തി പൊളിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം കേൾക്കാം. എന്റെ മക്കള് പറയുന്നത് അതിനുള്ളിൽ എന്തോ പ്രേതം ഉണ്ടെന്നാണ്. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയ ഫ്രിഡ്ജിൽ പ്രേതം കയറിയാൽ നമ്മൾ എന്ത് ചെയ്യും സാർ? രാത്രി എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ പോലും പേടിയാണ്. ഫെലിക്സ് തന്റെ ടാബ്ലറ്റിലെ ഗ്രാഫുകൾ നോക്കി ചിരിച്ചു. കുഞ്ഞുമോൻ, നിന്റെ ഫ്രിഡ്ജിനുള്ളിൽ പ്രേതമല്ല, മറിച്ചൊരു തെർമൽ എക്സ്പാൻഷനാണ് നടക്കുന്നത്. ഗ്യാസ് കംപ്രസർ ഓഫാകുമ്പോഴുണ്ടാകുന്ന ആ സങ്കോചവും വികാസവുമാണ് ആ ശബ്ദം. അതിനെ പ്രേതമാക്കി മാറ്റി പേടിക്കുന്നത് നിന്റെ സൈക്കോളജിക്കൽ വീക്ക്നെസ് ആണ്. സ്കോട്ട്ലൻഡ് യാർഡിൽ ഇത്തരം കംപ്ലൈന്റുകൾ വന്നാൽ ഞങ്ങളൊരൊറ്റ എക്കോ അനാലിസിസ് കൊണ്ട് പരിഹരിക്കുമായിരുന്നു. നീ അത് പേടിക്കണ്ട. രുദ്രൻ വിൻഡോയിലൂടെ ദൂരെയുള്ള ചായത്തോട്ടങ്ങളിലേക്ക് നോക്കി നിന്നു. അവിടെ പച്ചപ്പുകൾക്കിടയിൽ പണിയെടുക്കുന്ന സ്ത്രീകളെ കാണാം. ഈ മലനിരകൾക്ക് 2 മുഖങ്ങളുണ്ട് കുഞ്ഞുമോൻ. അത് നമുക്ക് തേയിലയുടെ മധുരം തരുന്നു. പക്ഷെ അതിനുള്ളിൽ വർഷങ്ങളായി പല രഹസ്യങ്ങളും കയ്പായി ഒളിച്ചിരിപ്പുണ്ട്. ദേവിക മേനോന്റെ ഈ ബംഗ്ലാവ് അതൊരു മധുരമുള്ള പുറംചട്ട മാത്രമാണ്. ഉള്ളിൽ എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാം. മൂന്നാറിലെ പഴയ ബ്രിട്ടീഷ് കാലത്തെ ബംഗ്ലാവ്. അവിടെ വലിയൊരു ഫയർ പ്ലേസിന് മുന്നിൽ ഇരിക്കുകയായിരുന്നു ദേവിക മേനോൻ. അരിസ്റ്റോക്രാറ്റിക്കായ ഒരു തണുപ്പ് ആ സ്ത്രീയിലുണ്ടായിരുന്നു. രുദ്രൻ വന്നിരുന്നിട്ടും അവരൊന്നു നോക്കുക പോലും ചെയ്തില്ല. മാഡം, വണ്ടിപ്പെരിയാറിലെ ആ എസ്റ്റേറ്റിൽ ആമിന എന്ന കുട്ടി മരിച്ചുകിടന്ന ആ രാത്രി നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലോ. നിങ്ങളുടെ പച്ച ജീപ്പിലെ പെയിന്റ് ആ കുട്ടിയുടെ കഴുത്തിൽ തറഞ്ഞ ആണിയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളൊരു പിഞ്ചു കുഞ്ഞിനെ ജീപ്പ് കയറ്റി കൊന്നതാണോ? അതോ ആ സത്യം മണ്ണിൽ കുഴിച്ചുമൂടി നിങ്ങൾ സമാധാനമായി ഉറങ്ങുകയാണോ? ദേവിക പതുക്കെ തന്റെ ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ചു. അവരുടെ കണ്ണുകളിൽ യാതൊരു ഭയവുമില്ലായിരുന്നു. ഇൻസ്പെക്ടർ, അന്ന് ഞാനവിടെ വന്നത് സത്യമാണ്. ഞാൻ ആ എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ പുറത്തുകൂടി പോകുമ്പോൾ എന്തോ ഒന്നെന്റെ ജീപ്പിന് മുന്നിൽ ചാടി. അതൊരു നായയാണെന്നാണ് ഞാൻ കരുതിയത്. പേടിച്ച് ഞാൻ അവിടുന്ന് വണ്ടി വിട്ടുപോയി. പക്ഷെ കബീർ എന്നോട് പണം ചോദിച്ചപ്പോൾ മാത്രമാണ് അതൊരു കുട്ടിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. കബീർ തന്നെയാണ് അവളെ അവിടെ അടക്കം ചെയ്തത്. എനിക്കതിൽ പങ്കില്ല. അതൊരു സമർത്ഥമായ മൊഴിയായിരുന്നു. എല്ലാം കബീറിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ ഫെലിക്സ് പതുക്കെ രുദ്രന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അയാൾ ആ ആണിയിലെ പെയിന്റ് പാടുകളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. സാർ, ഒരു ചെറിയ കറക്ഷൻ. ഈ ആണിയിലെ പെയിന്റ് പാടുകൾ വണ്ടി ഇടിച്ചുണ്ടായതല്ല. ഇതൊരു വെർട്ടിക്കൽ സ്ക്രാച്ച് ആണ്. അതായത് ആരോ വണ്ടിയിൽ നിന്നും പെയിന്റ് ചുരണ്ടിയെടുത്ത് ഈ ആണിയിൽ തേച്ചതാണ്. ഈ ആണി ഉപയോഗിച്ചല്ല ജീപ്പ് കുട്ടിയെ ഇടിച്ചത്, മറിച്ച് ജീപ്പാണ് കുട്ടിയെ ഇടിച്ചതെന്ന് വരുത്തി തീർക്കാൻ ആരോ കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവാണ് ഈ പെയിന്റ്. ആരോ ദേവികയെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. രുദ്രന്റെ കണ്ണുകൾ വിടർന്നു.
പസിൽ മാറുകയാണ്. കൊലയാളി ദേവികയല്ല. അപ്പോൾ പിന്നെ ആരാണ് ആ ആണി എവിടെ വെച്ചത്? അപ്പോഴാണ് പുറത്തുപോയിരുന്ന കുഞ്ഞുമോൻ ഓടിക്കിതച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നത്. അവന്റെ കയ്യിലൊരു പഴയ ലൊക്കേഷൻ മാപ്പ് ഉണ്ടായിരുന്നു. സാർ, കബീർ മരിച്ചിട്ടില്ല. അവനാ കാടിന്റെ അതിർത്തിയിലുള്ള ഒരു ആദിവാസി കോളനിയിൽ ഒളിച്ചു താമസിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷമായി അവനൊരു മൃതദേഹം പോലെ അവിടെ കഴിയുകയായിരുന്നു. ഞാൻ പൊക്കി സാർ. കബീർ ഒരു പഴയ തടിപ്പെട്ടിക്ക് മുകളിൽ തളർന്നിരുന്നു. അയാളുടെ കണ്ണുകളിൽ 6 വർഷത്തെ പേടിയുണ്ടായിരുന്നു. രുദ്രനെ കണ്ടതും അയാൾ വിതുമ്പി കരയാൻ തുടങ്ങി. സാർ, എന്നെ കൊല്ലരുത്. ഞാൻ ആ മോളെ കൊന്നിട്ടില്ല. എനിക്ക് ആ പൈസ വേണ്ടായിരുന്നു. പക്ഷെ ബാലൻ എന്നെ ഭീഷണിപ്പെടുത്തി. എസ്റ്റേറ്റിലെ പൂജാരി ബാലൻ. അയാൾ പറഞ്ഞത് ആമിനയുടെ ജന്മം മന്ത്രിയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന ഒരു ശനിദോഷമാണെന്നാണ്. മന്ത്രി അറിയാതെ തന്നെ അയാൾ അവളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. ആണി ഉപയോഗിച്ച് അവളുടെ ശ്വാസം കളഞ്ഞത് ബാലനാണ് സാർ. എന്നെക്കൊണ്ട് അവളെ ആ കോൺക്രീറ്റിനുള്ളിൽ ഇടിപ്പിച്ചതും അയാളാണ്. ബാലൻ, എസ്റ്റേറ്റിലെ തന്ത്രവിദ്യയും മന്ത്രവാദവും അറിയുന്ന പൂജാരി. രുദ്രൻ പതുക്കെ കബീറിന്റെ കയ്യിലുണ്ടായിരുന്ന ആ പഴയ മൊബൈൽ ഫോൺ വാങ്ങി. ബാലന്റേതായിരുന്നു ആ ഫോൺ. ഫെലിക്സ് പതുക്കെ ആ ഫോണിലെ ഡിലീറ്റ് ചെയ്ത വീഡിയോകൾ റിക്കവർ ചെയ്യാൻ തുടങ്ങി. വീഡിയോയിൽ ആമിനയെ കോൺക്രീറ്റിനുള്ളിൽ വെക്കുന്നത് കാണാം. പക്ഷേ ആ ദൃശ്യത്തിന്റെ ഒരു മൂലയിൽ പച്ചനിറത്തിലൊരു കുട പിടിച്ചു നിൽക്കുന്ന ഒരാളുടെ നിഴലുണ്ട്. ആ നിഴൽ ഒരു പുരുഷന്റേതല്ല, അതൊരു സ്ത്രീയുടേതാണ്. അവൾ വളരെ ശാന്തമായൊരു താരാട്ടുപാട്ട് പാടുന്നുണ്ട്. സാർ, ഈ ശബ്ദം ഇത് ആമിനയുടെ അമ്മയുടേതാണ്. അവൾ 6 വർഷം മുൻപ് മരിച്ചുപോയെന്നല്ലേ നമ്മൾ കരുതിയത്. പിന്നെ എങ്ങനെ അവൾ ആ ശവക്കുഴിക്ക് മുന്നിൽ നിന്ന് പാട്ടുപാടുന്നു? സ്ക്രീനിലേക്ക് നോക്കി പറഞ്ഞു. സാർ, ഇതൊരു പ്രേതമല്ല, ഇതൊരു ലൈവ് റെക്കോർഡിംഗ് ആണ്. ബാലന്റെ കൂടെയുണ്ടായിരുന്നത് മറ്റൊരു സ്ത്രീയാണ്. അവളാണ് ഈ കുട്ടിയെ കോൺക്രീറ്റിൽ മൂടാൻ നിർദ്ദേശം നൽകിയത്. ആരാണ് ആമിനയുടെ ജീവനുള്ള ഈ അമ്മ? ഇടുക്കിയിലെ മഞ്ഞുമൂടിയ മലമ്പാതകളിലൂടെ രുദ്രന്റെ ബൊലേറോ താഴേക്കിറങ്ങുകയായിരുന്നു. 5-ാം ദിവസത്തെ പകൽ വെളിച്ചം മരങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്നുണ്ട്. മുൻസീറ്റിലിരുന്ന് ഒരു വലിയ പാക്കറ്റ് മിക്സ്ചർ കുറിച്ചു തിന്നുകയായിരുന്നു കുഞ്ഞുമോൻ. സാർ, എന്റെ വല്യമ്മച്ചി എപ്പോഴും പറയുമായിരുന്നു, ഈ ശനിദോഷമെന്ന് പറയുന്നത് വലിയൊരു കെണിയാണെന്ന്. ശനി പിടിച്ചാൽ മനുഷ്യൻ എന്തും ചെയ്യും. ചിലർ പരിഹാര പൂജകൾ ചെയ്യും, ചിലർ കോഴിയെ വെട്ടും. പക്ഷെ സാർ, ഒരു മനുഷ്യജീവനെ തന്നെ ബലി കൊടുക്കുന്ന ഈ പൂജാരി ബാലൻ, അവൻ വെറുമൊരു മനുഷ്യനല്ല, ഒരു ചെകുത്താനാണ്. ഈ വിശ്വാസങ്ങളൊക്കെ മനുഷ്യനെ എത്രത്തോളം അന്ധരാക്കും. ഫെലിക്സ് തന്റെ സീറ്റിലിരുന്ന് വല്ലാതെ അസ്വസ്ഥനാകുന്നുണ്ടായിരുന്നു. കുഞ്ഞുമോൻ, നിന്റെ ഈ അന്ധവിശ്വാസങ്ങളെക്കാൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഈ ബൊലേറോയുടെ സസ്പെൻഷനാണ്. ഈ ട്രൈബൽ റോഡുകളിലൂടെ വണ്ടി ഓടിച്ചാൽ ഇതിന്റെ ടെലിമെട്രി മുഴുവൻ തെറ്റും. സ്കോട്ട്ലൻഡ് യാർഡിൽ ഇത്തരം റോഡുകളിൽ ഹോവർക്രാഫ്റ്റാണ് ഉപയോഗിക്കുന്നത്. എന്റെ ഉപകരണങ്ങളെല്ലാം കുലുങ്ങി നശിക്കുകയാണ് സാർ. രുദ്രൻ തന്റെ ഫ്ലാസ്കിൽ നിന്നും ചൂടുള്ള കട്ടൻ കാപ്പി പ്ലാസ്റ്റിക് കപ്പിലേക്ക് പകർന്നു. വിശ്വാസം എപ്പോഴും ഒരു കവചമാണ് കുഞ്ഞുമോൻ. കൊലപാതകികൾക്ക് സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കാനുള്ളൊരു കവചം. ബാലൻ ചെയ്തത് ഒരു പൂജയല്ല, മറിച്ച് കൃത്യമായ ഒരു കൊലപാതകമാണ്. ശനിദോഷം മാറ്റാൻ വേണ്ടിയല്ല, മറിച്ച് പണത്തിനു വേണ്ടി. നമുക്കാ ബാലന്റെ ആശ്രമത്തിലേക്ക് പോകാം. അവിടെ ചില ഉത്തരങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. വണ്ടിപ്പെരിയാറിനടുത്തുള്ളൊരു കാടിനുള്ളിലായിരുന്നു ബാലന്റെ ആശ്രമം. പകുതി തകർന്നൊരു പഴയ കെട്ടിടം. അവിടെയെങ്ങും ചീഞ്ഞ പൂക്കളുടെയും കർപ്പൂരത്തിന്റെയും മണമായിരുന്നു. ബാലൻ അവിടെ ഒരു പുലിയെപ്പോലെ ശാന്തനായി ഇരിപ്പുണ്ടായിരുന്നു. പോലീസിനെ കണ്ടിട്ടും അയാളുടെ മുഖത്ത് യാതൊരു ഭയവുമില്ല. ഒരു വല്ലാത്ത കാന്തിക ശക്തിയുള്ള കണ്ണുകളായിരുന്നു അയാൾക്ക്. വരിക രുദ്രൻ നായർ, നിങ്ങൾ വരുമെന്നെനിക്കറിയുമായിരുന്നു. സത്യങ്ങൾ എക്കാലവും മണ്ണിൽ മൂടാൻ കഴിയില്ലല്ലോ. ഞാൻ വഴിതെറ്റി വന്ന ആത്മാക്കൾക്കൊരു വഴികാട്ടി മാത്രമാണ്. എനിക്കൊന്നിനോടും ഭയമില്ല. രുദ്രൻ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ തന്റെ ഫോണെടുത്ത് ആ പഴയ വീഡിയോ പ്ലേ ചെയ്തു. വഴികാട്ടി, ആ പിഞ്ചു കുഞ്ഞിനെ അവളുടെ ശ്വാസം എന്നേക്കുമായി നിലപ്പിച്ച് കോൺക്രീറ്റിൽ മൂടിയതാണോ നിന്റെ വഴികാട്ടൽ? മിനിസ്റ്റർ വിശ്വനാഥ് മേനോൻ ഈ കൊലപാതകം അറിഞ്ഞിരുന്നില്ല. നീ പണത്തിനു വേണ്ടി ആ കുട്ടിയെ ഇല്ലാതാക്കി. ആ വീഡിയോയിലുള്ള സ്ത്രീ ആരാണ്? ആ പച്ച കുട പിടിച്ചു നിൽക്കുന്നവൾ. അവൾ എൻ്റെ ഒരു ഭക്തയാണ് സാർ. ഈ പൂജകൾക്കെന്നെ സഹായിക്കുന്നവൾ. ഹോം മിനിസ്റ്ററുടെ ഭാവിക്ക് വലിയൊരു തടസ്സമായിരുന്നു ആ കുട്ടി. അദ്ദേഹത്തിന്റെ ആളുകൾ എനിക്ക് പണം തന്നു, ഞാൻ ആ തടസ്സം മാറ്റി. അത്രമാത്രം. ഇതിലെനിക്ക് വേറെ യാതൊരു താൽപ്പര്യങ്ങളുമില്ല. ബാലൻ വീണ്ടും മിനിസ്റ്ററെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഫെലിക്സ് തന്റെ ലാപ്ടോപ്പിൽ എന്തോ കാര്യമായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ഒരു പുതിയ കണ്ടുപിടുത്തത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. സർ, ബാലൻ കളവു പറയുകയാണ്. ഞാൻ ഈ വീഡിയോയിലെ താരാട്ടുപാട്ടിന്റെ ഓഡിയോ സ്പെക്ട്രം കബീർ നമുക്ക് നൽകിയ സൈനബ, അതായത് ആമിനയുടെ അമ്മയുടെ ഒരു പഴയ വോയിസ് നോട്ടിലെ ശബ്ദവുമായി മാച്ച് ചെയ്തു. ദിസ് ഈസ് എ 100% ബയോമെട്രിക് വോയിസ് പ്രിന്റ് മാച്ച്. ആ വീഡിയോയിലുള്ളത് ആമിനയുടെ അമ്മ സൈനബ തന്നെയാണ്. അവർ 6 വർഷം മുൻപ് തീപിടുത്തത്തിൽ മരിച്ചു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ
ഞാൻ ആ പഴയ ഓട്ടോപ്സി റിപ്പോർട്ട് എടുത്തു നോക്കിയപ്പോൾ കത്തിക്കരിഞ്ഞ ആ ബോഡിയുടെ ഡെന്റൽ റെക്കോർഡ്സ് സൈനബയുമായി മാച്ചാകുന്നില്ല. അവർ മരിച്ചിട്ടില്ല. സൈനബ സ്വന്തം മരണം ഫേക്ക് ചെയ്തതാണ് സാർ. സ്വന്തം മരണം ഫേക്ക് ചെയ്തിട്ട് സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന വീഡിയോയ്ക്ക് പശ്ചാത്തല സംഗീതം പാടുന്നൊരമ്മ. എന്താണിതിനർത്ഥം? ഈ സമയം കുഞ്ഞുമോൻ ആശ്രമത്തിൻ്റെ ഒരു മൂലയിൽ നിന്നും പൊടി പിടിച്ചൊരു പഴയ ലെഡ്ജർ കണ്ടെടുത്തു. അതിൽ പലരുടെയും പേരുകളും പണമിടപാടുകളും ഉണ്ടായിരുന്നു. സാർ, ഇതിൽ SM എന്ന പേരുള്ള ഒരാൾ കഴിഞ്ഞ 6 വർഷമായി എല്ലാ മാസവും ലക്ഷക്കണക്കിന് രൂപ ബാലന്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്നുണ്ട്. ഞാൻ ആ അക്കൗണ്ടിന്റെ IP ട്രാക്ക് ചെയ്തു. അത് വരുന്നത് കോയമ്പത്തൂരിലെ വലിയൊരു സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ നിന്നാണ്. രുദ്രന്റെ കണ്ണുകൾ തിളങ്ങി. സൈനബ മേനോൻ, സൈനബ മേനോൻ. അവൾ കോയമ്പത്തൂരിൽ ജീവിച്ചിരിപ്പുണ്ട്. കുഞ്ഞുമോൻ, വണ്ടിയെടുക്ക്. കോയമ്പത്തൂരിലെ ഏറ്റവും വലിയ അതീവ സുരക്ഷയുള്ള VIP സ്യൂട്ടുകളിൽ ഒന്നായിരുന്നു അത്. രുദ്രനും സംഘവും വാതിൽ തുറന്ന് അകത്തു കയറുമ്പോൾ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചൊരു സ്ത്രീ അവിടെ TV കണ്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നു. സൈനബ, ആമിനയുടെ അമ്മ. അവർക്ക് യാതൊരു ഭയവുമില്ലായിരുന്നു. അവർ പതുക്കെ രുദ്രന്റെ നേരെ തിരിഞ്ഞു. അവരുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. എനിക്കത് ചെയ്യേണ്ടി വന്നു ഇൻസ്പെക്ടർ. ആമിന ഒരു അബദ്ധമായിരുന്നു. ഹോം മിനിസ്റ്റർക്ക് അവളൊരു ഭാരമായിരുന്നു. ഞാൻ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ ഒരു ദിവസം അദ്ദേഹം എന്നെ തൻ്റെ നിയമപരമായ ഭാര്യയാക്കുമെന്ന് വാക്ക് നൽകിയിരുന്നു. ആ വാക്കിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ മകളെ. സൈനബ പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രന്റെ കണ്ണുകൾ ആ മുറിയിലെ ഒരു ചെറിയ മരുന്നുകുപ്പിയിൽ ഉടക്കി നിന്നു. അതിലെ പേര് സൈനബയുടേതായിരുന്നില്ല, വിശ്വനാഥ മേനോനിൻ്റേതുമായിരുന്നില്ല. സർ, ഈ പ്രിസ്ക്രിപ്ഷൻ കുപ്പിയിലെ പേര് ദേവിക മേനോൻ എന്നാണ്. സർ, ദേവിക ആ കുഞ്ഞിനെ കൊന്നിട്ടില്ല. പകരം ഒരു വ്യാജ വാഗ്ദാനം നൽകി സ്വന്തം അമ്മയെക്കൊണ്ടുതന്നെ ആ കുഞ്ഞിനെ കൊല്ലിക്കുകയായിരുന്നു ദേവിക. ആ പച്ച ജീപ്പ്, ആ പെയിന്റ് എല്ലാം സൈനബയെ വിശ്വസിപ്പിക്കാൻ ദേവിക നടത്തിയ നാടകമായിരുന്നു. യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ദേവികയാണ്. കോയമ്പത്തൂരിൽ നിന്നും മൂന്നാറിലേക്കുള്ള യാത്രയുടെ ഒരു ഹൈവേ ധാബയിലാണ് രുദ്രനും സംഘവും വണ്ടി നിർത്തിയത്. മഴ മാറി മാനം അല്പം തെളിഞ്ഞിട്ടുണ്ട്. 6 ദിവസത്തെ യാത്രയുടെ ക്ഷീണം അവരുടെ മുഖത്തുണ്ട്. കുഞ്ഞുമോൻ ഒരു വലിയ പ്ലേറ്റിൽ ആവി പറക്കുന്ന കപ്പയും ബോട്ടിയും വാങ്ങി ആവേശത്തോടെ കഴിക്കുകയാണ്. സാർ, ഈ സീരിയലുകൾ മനുഷ്യന്റെ തലച്ചോർ നശിപ്പിക്കുകയാണ്. ഇന്നലെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ എൻ്റെ ഭാര്യയോട് അവരുടെ അമ്മ പറയുകയാണ് എന്നെ വിശ്വസിക്കരുതെന്ന്. സീരിയലുകളിലെ പോലീസുകാർക്കെല്ലാം രഹസ്യ കാമുകിമാരുണ്ടത്രേ. ഈ ദേവികാ മാഡത്തിൻ്റെ കാര്യം നോക്കൂ സാർ. ഭർത്താവിൻ്റെ കാമുകിയെക്കൊണ്ട് സ്വന്തം കുഞ്ഞിനെ കൊല്ലിക്കുക. അമ്മായിയമ്മമാരും ആദ്യ ഭാര്യമാരും എപ്പോഴും ഇങ്ങനെ വില്ലത്തികളാവുന്നത് ഈ സീരിയലുകൾ കണ്ടിട്ടാണ് സാർ. ഫെലിക്സ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് സാനിറ്റൈസർ സ്പ്രേ ആവർത്തിച്ചടിക്കുകയായിരുന്നു. കുഞ്ഞുമോൻ, നിന്റെ ഈ ടെലിവിഷൻ തിയറികളേക്കാൾ എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇവിടുത്തെ ഹൈജീൻ കണ്ടിട്ടാണ്. ഇത്രയും ഈച്ചകൾ പറക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നീ എങ്ങനെയാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്? ഈച്ചകൾ പരത്തുന്ന ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷനുകളെക്കുറിച്ച് നിനക്കൊരു ബോധ്യവുമില്ലേ? സ്കോട്ട്ലൻഡ് യാർഡിൽ ഇത്തരം റോഡ് സൈഡ് ഭക്ഷണശാലകൾക്കൊക്കെ കർശനമായ ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ട്. ഞാനൊന്നും കഴിക്കുന്നില്ല സാർ. രുദ്രൻ തന്റെ കട്ടൻ കാപ്പി ഊതി കുടിച്ചു. വില്ലത്തികൾ. മനുഷ്യന്റെ മനസ്സിലെ ഇരുട്ടിനെ നമ്മൾ എപ്പോഴും വളരെ ലളിതമായിട്ടാണ് കാണുന്നത് കുഞ്ഞുമോൻ. ദേവിക ഒരു വില്ലത്തിയാണെന്ന് ചിന്തിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു കൊലപാതകത്തിന് പിന്നിലെ സൈക്കോളജി അത്ര ലളിതമായിരിക്കില്ല. മരുന്ന് വാങ്ങി നൽകിയത് ദേവികയാണെങ്കിൽ എന്തിനാണ് അവർ സൈനബയെ കോയമ്പത്തൂരിലെ ആഡംബര ആശുപത്രിയിൽ താമസിപ്പിച്ചിരിക്കുന്നത്? ഒരു കൊലാളിക്ക് ഇത്രയും ചെലവേറിയ സംരക്ഷണം നൽകുന്നത് എന്തിനാണ്? നമുക്ക് ആ ബംഗ്ലാവിലേക്ക് പോകാം. അവിടെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. മൂന്നാറിലെ ആ കൊളോണിയൽ ബംഗ്ലാവിൽ ദേവിക മേനോൻ തന്റെ ലൈബ്രറിയിൽ ഇരിക്കുകയായിരുന്നു. രുദ്രനും സംഘവും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവിടേക്ക് കടന്നു ചെന്നപ്പോൾ അവർക്ക് ചെറിയൊരു ഞെട്ടലുണ്ടായി. രുദ്രൻ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ നിന്നും കിട്ടിയ ആ മരുന്നുകുപ്പി എടുത്തു മേശപ്പുറത്തേക്ക് വെച്ചു. ദേവിക മാഡം, സൈനബ മരിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. അവളെ ആ കോയമ്പത്തൂരിലെ ആഡംബര ആശുപത്രിയിൽ ആഡംബരത്തിൽ താമസിപ്പിച്ചത് നിങ്ങളാണ്. സ്വന്തം ഭർത്താവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഭീഷണിയായ ആമിനയെ കൊന്നാൽ സൈനബയ്ക്ക് പുതിയൊരു ജീവിതം കൊടുക്കാമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഒരു പാവം അമ്മയെക്കൊണ്ട് നിങ്ങൾ സ്വന്തം കുഞ്ഞിനെ കൊല്ലിച്ചു. എന്നിട്ട് യാതൊന്നും അറിയാത്ത പോലെ ഈ ബംഗ്ലാവിലിരിക്കുന്നു. നിങ്ങളൊരു കൊടും ക്രിമിനലാണ് മാഡം. ആ മരുന്നുകുപ്പി കണ്ടതും ദേവികയുടെ മുഖത്തെ ആ ഗാംഭീര്യം അപ്രത്യക്ഷമായി. അവർ വല്ലാതെ കിതയ്ക്കാൻ തുടങ്ങി. എന്നാൽ അവരുടെ കണ്ണുകളിൽ കുറ്റബോധമായിരുന്നില്ല, മറിച്ചു വല്ലാത്തൊരു സങ്കടമായിരുന്നു. അവർ പതുക്കെ കസേരയിലേക്കിരുന്നു മുഖം പൊത്തി കരയാൻ തുടങ്ങി. സാർ, എനിക്ക് കുട്ടികളില്ല. ആമിന, അവൾ എൻ്റെ ഭർത്താവിൻ്റെ രക്തമാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. പക്ഷെ ഞാൻ അവളെ വെറുത്തിരുന്നില്ല സാർ. ആമിനയെ ഇല്ലാതാക്കാൻ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല സാർ. ഇലക്ഷൻ സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒരു വലിയ വിവാദമുണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് രഹസ്യവിവരം കിട്ടിയിരുന്നു.
ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ തീപിടുത്തത്തിൽ സൈനബ മരിച്ചതായി ഒരു നാടകമുണ്ടാക്കിയത്. സൈനബയെ ഞാൻ കോയമ്പത്തൂരിലേക്ക് മാറ്റി. ആമിനെ കബീറിനെ ഏൽപ്പിച്ച് പണം കൊടുത്ത് സുരക്ഷിതമായി ഒളിപ്പിച്ചു വെക്കാൻ പറഞ്ഞതും ഞാനാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ ആമിനയെ രഹസ്യമായി ദത്തെടുക്കാൻ തീരുമാനിച്ചിരുന്നു സാർ. എനിക്ക് ആ കുട്ടിയെ ജീവനായിരുന്നു. ദേവികയുടെ വാക്കുകൾ രുദ്രനെ ഞെട്ടിച്ചു. കുഞ്ഞിനെ കൊല്ലാനല്ല, സംരക്ഷിക്കാനായിരുന്നു ഈ നാടകങ്ങളെല്ലാം. എന്നാൽ ഫെലിക്സ് പെട്ടെന്ന് മുന്നോട്ട് വന്നു. ശാസ്ത്രീയമായ തെളിവില്ലാതെ അവനൊന്നും വിശ്വസിക്കില്ല. മാഡം, നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കാൻ പാടാണ്. നിങ്ങൾക്കിതിന് തെളിവ് നൽകാൻ കഴിയുമോ? ദേവിക തന്റെ മേശവലിപ്പിൽ നിന്നും ചില രേഖകൾ എടുത്ത് ഫെലിക്സിന് നൽകി. അവളുടെ പ്രൈവറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ. ഫെലിക്സ് വേഗത്തിൽ അത് പരിശോധിച്ചു. സാർ, ദേവിക മാഡം പറയുന്നത് ശരിയാണ്. സൈനബയുടെ ആശുപത്രി ചെലവുകളും കബീറിനുള്ള പണവും കൃത്യമായി ഇവരുടെ അക്കൗണ്ടിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഈ പണം കൊലപാതകത്തിനുള്ള പ്രതിഫലമല്ല, മറിച്ച് കുട്ടിയുടെ ചെലവുകൾക്ക് വേണ്ടിയുള്ളതാണ്. മാത്രമല്ല, ആമിനെ ദത്തെടുക്കാൻ വേണ്ടിയുള്ള നിയമപരമായ രേഖകളുടെ ഡ്രാഫ്റ്റും ഇതിലുണ്ട്. ദേവിക മാഡം കൊലയാളിയല്ല സാർ. അവർ ആ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. രുദ്രൻ ആകെ ആശയക്കുഴപ്പത്തിലായി. ഹോം മിനിസ്റ്റർ നിരപരാധി, ഭാര്യ ദേവിക നിരപരാധി. എങ്കിൽ പിന്നെ ആരാണ് സൈനബയെ കൊണ്ട് ആമിനെ കൊന്നത്? ആ കോൺക്രീറ്റ് ശവകുഴി ഒരുക്കിയത് ആരാണ്? അപ്പോഴാണ് പുറത്തു വരാന്തയിൽ നിന്നിരുന്ന ദേവികയുടെ പേഴ്സണൽ സെക്രട്ടറി ഗോപിനാഥ് എന്ന 60-കാരനായ മനുഷ്യനോട് കുഞ്ഞുമോൻ സംസാരിക്കുന്നത് രുദ്രൻ ശ്രദ്ധിച്ചത്. കഴിഞ്ഞ 30 വർഷമായി മേനോൻ കുടുംബത്തിന്റെ വിശ്വസ്തനാണ് ഗോപിനാഥ്. ഗോപിയേട്ടാ, ഈ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ വല്ലാത്ത കഷ്ടമായിപ്പോയി അല്ലേ? ആ പാവം കുട്ടി. ഗോപിനാഥ് വല്ലാതെ വിയർക്കുകയായിരുന്നു. അയാൾ കുഞ്ഞുമോനെ നോക്കി പതുക്കെ പറഞ്ഞു. ഈ സമയം ഫെലിക്സ് തന്റെ ലാപ്ടോപ്പിൽ മറ്റൊരു കാര്യം കണ്ടുപിടിച്ചു. പൂജാരി ബാലന് പണം കൊടുത്തിരുന്ന ആ ജോയിന്റ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അവൻ വീണ്ടും പരിശോധിച്ചു. സാർ, ഫെലിക്സിന്റെ ശബ്ദം വിറയ്ക്കുകയായിരുന്നു. സാർ, ബാലന് പണം കൊടുത്തിരുന്ന ആ ജോയിന്റ് അക്കൗണ്ടിൽ സൈനബയോടൊപ്പമുണ്ടായിരുന്ന രണ്ടാമത്തെ ഒപ്പ് ദേവിക മേഡത്തിൻ്റെതല്ല. അത് ഈ പേഴ്സണൽ സെക്രട്ടറി ഗോപിനാഥിൻ്റേതാണ്. രുദ്രൻ ഞെട്ടലോടെ ഗോപിനാഥിനെ നോക്കി. കുഞ്ഞുമോൻ ഉടൻ തന്നെ അയാളുടെ തോളിൽ പിടിച്ചു നിർത്തി. ഫെലിക്സ് തന്റെ സ്ക്രീനിലേക്ക് നോക്കി ഒന്നുകൂടി പറഞ്ഞു. സാർ, ഞാൻ ഈ ഗോപിനാഥിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എടുത്തു. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വണ്ടിപ്പരിയാർ എസ്റ്റേറ്റിൽ വെച്ച് ഒരു 5 വയസ്സുകാരി കൊല്ലപ്പെട്ടിരുന്നു. അത് ഈ ഗോപിനാഥിന്റെ സ്വന്തം മകളുടെ മരണമായിരുന്നു. ആ കൊലപാതകം പണസ്വാധീനം ഉപയോഗിച്ച് അന്ന് ഒതുക്കി തീർത്തത് ഇന്നത്തെ ഹോം മിനിസ്റ്ററുടെ അച്ഛനായിരുന്നു. സാർ, ഗോപിനാഥ് വെറും ഒരു ജോലിക്കാരനല്ല. സ്വന്തം മകളുടെ മരണത്തിന് പകരം ചോദിക്കാൻ കഴിഞ്ഞ 30 വർഷമായി ഈ കുടുംബത്തിൽ ഒരു സേവകനായി ഒളിച്ചിരിക്കുന്ന ഒരു സൈലന്റ് കില്ലറാണ്. വിശ്വനാഥ് മേനോന്റെ മകൾ മരിക്കണമെന്നത് ഗോപിനാഥിന്റെ ആവശ്യമായിരുന്നു. അയാൾ സൈനബയെ ഭീഷണിപ്പെടുത്തി സ്വന്തം മകളെ കൊല്ലിക്കുകയായിരുന്നു. 7-ാം ദിവസത്തെ പ്രഭാതം വല്ലാതെ ഇരുണ്ടിട്ടായിരുന്നു. മൂന്നാറിൽ നിന്നും ഗോപിനാഥിനെയും കസ്റ്റഡിയിലെടുത്ത് പീരുമേട്ടിലേക്കുള്ള യാത്രയിലാണ് രുദ്രനും സംഘവും. പുറത്ത് കോടമഞ്ഞ് കാഴ്ചകളെ പൂർണ്ണമായും മറച്ചിരിക്കുന്നു. ജീപ്പിന്റെ മുൻസീറ്റിലിരുന്ന് ഒരു പേപ്പർ പൊതിയിൽ നിന്നും വറുത്ത നിലക്കടല കുറിക്കുകയായിരുന്നു കുഞ്ഞുമോൻ. അവന്റെ മുഖത്ത് പതിവില്ലാത്തൊരു ദേഷ്യമുണ്ട്. സാർ, ഈ EMI കമ്പനിക്കാർ കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇന്നലെ രാവിലെ എൻ്റെ ഭാര്യ അവളുടെ പഴയ ഫോൺ അബദ്ധത്തിൽ വാഷിംഗ് മെഷീനിലിട്ടു അലക്കി. ഫോൺ അടിച്ചുപോയി. ഇപ്പം അവൾക്ക് 1 ലക്ഷം രൂപയുടെ പുതിയ ഫോൺ വേണമത്രേ, അതും EMIക്ക്. ഈ ഫോണൊക്കെ എന്തിനാണ് സാർ ഇത്രയും പൈസ കൊടുത്തു വാങ്ങുന്നത്? പണ്ടൊക്കെ മനുഷ്യർ സംസാരിച്ചിരുന്നു. ഇപ്പം എല്ലാവരും ഈ സ്ക്രീനിനുള്ളിൽ തലയിട്ടിരിക്കുകയാണ്. പിൻസീറ്റിലിരുന്ന് ലാപ്ടോപ്പ് ഉയർത്തിപ്പിടിച്ച് സിഗ്നൽ തപ്പുകയായിരുന്നു ഫെലിക്സ്. കുഞ്ഞുമോൻ, നിന്റെ ഈ ടെക്നോളജി വിരോധം കേൾക്കാൻ എനിക്കിപ്പോൾ സമയമില്ല. ഈ മലനിരകളിലെ പ്രിമിറ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ കാരണം എൻ്റെ ഡേറ്റാബേസ് സിങ്ക് ആവുന്നില്ല. സ്കോട്ട്ലൻഡ് യാർഡിലെ ക്ലൗഡ് സെർവറിലേക്ക് എനിക്ക് ഈ DNA ഫയലുകൾ ബാക്കപ്പ് ചെയ്യണം. നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഓട്ടോമേറ്റഡ് സിസ്റ്റം മുഴുവൻ എറർ കാണിക്കുകയാണ് സാർ. രുദ്രൻ തൻ്റെ ഫ്ലാസ്കിൽ നിന്നും ചൂടുള്ള കട്ടൻ കാപ്പി പതുക്കെ സിപ്പ് ചെയ്തു. പ്രതികാരം എന്നതൊരു തീയാണ് കുഞ്ഞുമോൻ. ശത്രുവിനെ ചുട്ടരിക്കുന്നതിനു മുൻപ് ആ തീ സൂക്ഷിച്ചു വയ്ക്കുന്ന പാത്രത്തെയാണത് ആദ്യം ഇല്ലാതാക്കുക. 30 വർഷം മുൻപ് മരിച്ച സ്വന്തം മകൾക്ക് വേണ്ടി ഗോപിനാഥ് കാത്തിരുന്നു. ഒടുവിൽ ആ കുടുംബത്തോട് പകരം വീട്ടാൻ ഒരു പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കി. ഈ പ്രതികാരം ഇയാൾക്ക് എന്ത് നേടിക്കൊടുത്തു? വെറുമൊരു കൊലയാളി എന്ന പേര് മാത്രം. പീരുമേട്ടിലെ പോലീസ് സേഫ് ഹൗസ് വളരെ ശാന്തമായിരുന്നു. ഗോപിനാഥിന്റെ മുഖത്ത് യാതൊരു ഭയവുമില്ല. 30 വർഷത്തെ ഭാരം ഇറക്കി വെച്ചതിന്റെ ഒരു വല്ലാത്ത ആശ്വാസം ആ 60-കാരന്റെ മുഖത്ത് കാണാമായിരുന്നു. രുദ്രൻ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഗോപിനാഥ് എല്ലാം സമ്മതിച്ചു തുടങ്ങി, വളരെ ശാന്തമായി, യാതൊരു കുറ്റബോധവുമില്ലാതെ. അതെ സർ, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. എൻ്റെ മോളെ 30 വർഷം മുൻപ് ഈ എസ്റ്റേറ്റിലെ ഒരു ജീപ്പ് ഇടിച്ചു കൊന്നതാണ്. വിശ്വനാഥ് മേനോന്റെ അച്ഛൻ അന്ന് പണവും സ്വാധീനവും ഉപയോഗിച്ച് ആ കേസ് തേച്ചു മായ്ച്ചു കളഞ്ഞു. ഒരു പാവം പണിക്കാരനായ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഇവർക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കുമെന്ന്.
ആമിനയുടെ കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ സൈനഭയെയും പൂജാരി ബാലനെയും ഭീഷണിപ്പെടുത്തി. സൈനഭയ്ക്ക് മന്ത്രിയുടെ ഭാര്യയാവണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അവർക്ക് പണം നൽകി ആ കുട്ടിയെ കൊല്ലാൻ നിർദ്ദേശിച്ചു. ആണിയിൽ പച്ച പെയിന്റ് തേച്ച് പിടിപ്പിച്ച് ദേവിക മേഡത്തെ കൊടുക്കാൻ പ്ലാൻ ചെയ്തതും ഞാൻ തന്നെയാണ്. അവർ ആ വേദന അനുഭവിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നിട്ട് ആ പിഞ്ചുകുഞ്ഞിനെ നിങ്ങൾ എങ്ങനെയാണ് കൊന്നത് ഗോപിനാഥ്? ഗോപിനാഥ് ഒരു ചിരിയോടെ പറഞ്ഞു, ഞാൻ കൊന്നിട്ടില്ല സാർ, അത് ചെയ്തത് സൈനഭയാണ്, ആമിനയുടെ സ്വന്തം അമ്മ. ആ കാട്ടിനുള്ളിൽ കിട്ടുന്ന അരളിക്കുരുവിന്റെ നീരെടുത്ത് രാത്രി 8 മണിക്ക് ആമിന കുടിക്കുന്ന പാലിൽ സൈനഭ കലർത്തി നൽകി. 10 മണിയോടെ അവൾ മയങ്ങി വീണു മരിച്ചു. രാത്രി 2 മണിക്ക് ഞാൻ ദൂരെ മാറി നിന്ന് ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ സൈനഭയും ബാലനും ചേർന്ന് അവളുടെ ശവകുഴി ഒരുക്കുകയായിരുന്നു. എന്റെ പ്രതികാരം അവിടെ പൂർത്തിയായി സാർ. ഒരമ്മ സ്വന്തം കുഞ്ഞിന് വിഷം കൊടുത്തു കൊന്നു. എല്ലാം കൃത്യമായി അവസാനിച്ചു എന്ന് രുദ്രൻ കരുതി. എന്നാൽ മുറിയുടെ മൂലയിലിരുന്ന് ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഫെലിക്സ് പെട്ടെന്ന് ടൈപ്പിംഗ് നിർത്തി. അയാളുടെ മുഖത്ത് വലിയൊരു നടുക്കമുണ്ടായിരുന്നു. 1 മിനിറ്റ് സാർ, ഗോപിനാഥ് ഒന്നുകിൽ പച്ച കള്ളം പറയുകയാണ്, അല്ലെങ്കിൽ ഇയാൾ വലിയ രീതിയിൽ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സാർ, ഞാൻ ആമിനയുടെ അവശിഷ്ടങ്ങളുടെ ടോക്സിക്കോളജി റിപ്പോർട്ടും ബോൺ മാരോ അനാലിസിസും ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തു. ഗോപിനാഥ് പറയുന്ന ആ അരളി വിഷത്തിൻ്റെയോ മറ്റേതെങ്കിലും കെമിക്കലിൻ്റെയോ യാതൊരു അംശവും ആ കുട്ടിയുടെ ശരീരത്തിലില്ല. 0 ട്രേസ്. ആ കുട്ടി മരിച്ചത് വിഷമുള്ളിൽ ചെന്നിട്ടല്ല സാർ. അതെങ്ങനെ ശരിയാവും? സൈനഭ അവൾക്ക് വിഷം കൊടുത്തു എന്നാണ് എന്നോട് പറഞ്ഞത്. സൈനഭ നിങ്ങളോട് കള്ളം പറഞ്ഞതാകാം. ഒരുപക്ഷെ അവൾ കൊടുത്തത് വെറുമൊരു സ്ലീപ്പിംഗ് പില്ല് മാത്രമായിരിക്കാം. കാരണം ഇതിനേക്കാൾ വലിയൊരു ടൈം ലൈൻ മിസ്മാച്ച് ഇവിടെ ഉണ്ട് സാർ. ഗോപിനാഥ് വീഡിയോ എടുത്തത് രാത്രി 2 മണിക്കാണ്. ആ വീഡിയോ മെറ്റാഡാറ്റ ഞാൻ പരിശോധിച്ചിരുന്നു. എന്നാൽ ആമിനയുടെ എല്ലുകളുടെ ഘടനയും കോൺക്രീറ്റിനുള്ളിൽ ശരീരം കിടന്നിരുന്ന പൊസിഷനും വെച്ച് നോക്കുമ്പോൾ റിഗർ മോർട്ടിസ് ആരംഭിച്ച സമയം കൃത്യം രാത്രി 10 മണിക്കാണ്. അതായത് 2 മണിക്ക് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സൈനഭയും ബാലനും കുഴിച്ചുമൂടിയത് ജീവനുള്ള കുട്ടിയെയല്ല, മറിച്ച് മണിക്കൂറുകൾക്ക് മുൻപ് മരവിച്ചുപോയൊരു ശവത്തെയാണ്. അവർ വിചാരിച്ചത് ആ സ്ലീപ്പിംഗ് പില്ല് കാരണം കുട്ടി മരിച്ചു എന്നാണ്. രുദ്രൻ വേഗത്തിൽ ഗോപിനാഥന്റെ അടുത്തേക്ക് വന്നു. ഗോപിനാഥ്, സത്യം പറ, ആ കുട്ടിയുടെ കഴുത്തിൽ തറഞ്ഞ ആ ഇരുമ്പാണി അത് നീ അടിച്ചു കയറ്റിയതാണോ? ഇരുമ്പാണിയോ? എന്തിരുമ്പാണി? സാർ, ഞാൻ സത്യം പറയാം, എനിക്കൊരു ആണിയെക്കുറിച്ചും അറിയില്ല. ഞാൻ ദൂരെ മാറി നിൽക്കുകയായിരുന്നു. രുദ്രൻ ഫെലിക്സിനെ നോക്കി. പസിൽ വീണ്ടും തകർന്നിരിക്കുന്നു. ഗോപിനാഥന്റെ പ്രതികാരം ആരോ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. 10 മണിക്ക് ആ കുട്ടിയുടെ കഴുത്തിൽ ആണി തറച്ചു കൊന്നത് ഗോപിനാഥല്ല, സൈനഭയല്ല, ബാലനുമല്ല. പിന്നെ അതാരാണ്? അപ്പോഴാണ് കുഞ്ഞുമോന്റെ ഫോൺ ബെല്ലടിച്ചത്. സമീറിന്റെ ഭാര്യ സുഹറയാണ് വിളിക്കുന്നത്. കുഞ്ഞുമോൻ ഫോൺ സ്പീക്കറിലിട്ടു. കുഞ്ഞുമോൻ സാറേ, ഞാൻ അന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. ആമിന മോളെ കാണാതായ ആ രാത്രി അവൾ വീട്ടിലായിരുന്നില്ല. രാത്രി 8 മണി മുതൽ 10 മണി വരെ അവൾ അടുത്തുള്ള ഒരു വീട്ടിൽ ട്യൂഷന് പോയിരുന്നു. അവിടുത്തെ ടീച്ചർ സാവിത്രിയുടെ വീട്ടിൽ. അവിടെ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് അവളെ കാണാതായത്. രാത്രി 10 മണി, ട്യൂഷൻ ടീച്ചർ സാവിത്രിയുടെ വീട്. ആമിനയുടെ മരണം സംഭവിച്ച കൃത്യം സമയം. ഫെലിക്സ് ഉടൻ തന്നെ തന്റെ ലാപ്ടോപ്പിൽ സാവിത്രിയുടെ ബാക്ക്ഗ്രൗണ്ട് റെക്കോർഡുകൾ തിരയാൻ തുടങ്ങി. ഫെലിക്സിന്റെ കൈകൾ കീബോർഡിൽ നിശ്ചലമായി. അയാളുടെ മുഖത്ത് വലിയൊരു നടുക്കമുണ്ടായിരുന്നു. സാർ, ഫെലിക്സ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഈ സാവിത്രി വെറുമൊരു ട്യൂഷൻ ടീച്ചർ മാത്രമല്ല, ഇവരുടെ ഫാമിലി ട്രീ ഞാനിപ്പോൾ എടുത്തു. പണ്ട് ഈ ബാങ്ക് തട്ടിപ്പിൽ ഉൾപ്പെടുത്തി കബീറും രാഷ്ട്രീയക്കാരും ചേർന്ന് ബലിയാട്ടാക്കിയ ആ ബാങ്ക് കാഷ്യറില്ലേ, ട്രെയിനിനു മുൻപിൽ ചാടി മരിച്ച ആ പാവം മനുഷ്യൻ, അയാളുടെ സ്വന്തം പെങ്ങളാണ് ഈ സാവിത്രി. സാർ, രാത്രി 10 മണിക്ക് ആമിന ഉണ്ടായിരുന്നത് സാവിത്രിയുടെ വീട്ടിലാണ്. സ്വന്തം സഹോദരനെ ഇല്ലാതാക്കിയവരോടുള്ള പക വീട്ടാൻ സാവിത്രി ആ കുഞ്ഞിന്റെ കഴുത്തിൽ ആണി തറച്ചു കൊന്നതാണോ? എന്നിട്ട് ജീവനില്ലാത്ത ആ ബോഡി വഴിയിൽ ഉപേക്ഷിച്ചു. മയക്കുഗുളിക കൊടുത്തു എന്ന് വിശ്വസിച്ചിരുന്ന സൈനഭയും ബാലനും ആ ബോഡി കോൺക്രീറ്റിൽ മൂടുകയും ചെയ്തു. ഗോപിനാഥിന്റെ പ്രതികാരം സാവിത്രി ഹൈജാക്ക് ചെയ്തു സാർ. 8ാം ദിവസത്തെ പ്രഭാതം വല്ലാതെ ശാന്തമായിരുന്നു. വണ്ടിപ്പരിയാർ ടൗണിൽ നിന്നും അല്പം മാറിയുള്ള സാവിത്രി ടീച്ചറുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് രുദ്രനും സംഘവും. തോട്ടങ്ങൾക്കിടയിലെ ഇടുങ്ങിയ വഴിയിലൂടെ ബൊലേറോ ഇഴഞ്ഞു നീങ്ങി. മുൻസീറ്റിലിരുന്ന് തന്റെ മകന്റെ സ്കൂളിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു കുഞ്ഞുമോൻ. സാർ, ഈ സ്കൂളുകളിലെ രാഷ്ട്രീയം നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. കഴിഞ്ഞ മാസം എന്റെ മോന്റെ സ്കൂളിലെ പ്രിൻസിപ്പാൾ എന്നെ വിളിപ്പിച്ചു. മോൻ വലിയ കുറുമ്പാണത്രേ. പക്ഷെ സത്യമതല്ല സാർ. സ്കൂളിലെ പുതിയ ബിൽഡിംഗ് പണിക്ക് ഞാൻ പൈസ കൊടുക്കാത്തതിന്റെ ദേഷ്യമാണ് ആ പാവം കുട്ടിയോടവർ കാണിക്കുന്നത്. അധ്യാപകരെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ പോലെ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ അവർ ചതിക്കാൻ തീരുമാനിച്ചാൽ അതാർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. വിശ്വാസമാണ് ഏറ്റവും വലിയ മറ കുഞ്ഞുമോൻ. ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു ടീച്ചറുടെ വീട്ടിൽ ഒരു ശവം കിടന്നാൽ പോലും ആരും സംശയിക്കില്ല. സാവിത്രിക്ക് തന്റെ സഹോദരന്റെ മരണത്തിൽ വലിയൊരു പകയുണ്ട്. ആ പകയുടെ ഇരയാണോ ആമിന? നമുക്കതൊന്ന് ചോദിച്ചറിയണം. സാവിത്രി ടീച്ചറുടെ വീട് അറിവിന്റെ ഒരു കൊച്ചു കൊട്ടാരമായിരുന്നു. ചുവരുകൾ മുഴുവൻ പുസ്തകങ്ങൾ.
അവിടെ ഇരുന്ന് കുട്ടികളുടെ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ടീച്ചർ. രുദ്രനും സംഘവും കടന്നു വന്നപ്പോൾ അവർ ശാന്തതയോടെ അവരെ സ്വീകരിച്ചു. രുദ്രൻ ഒട്ടും സമയം കളയാതെ തന്നെ ആമിനയുടെ കഴുത്തിൽ നിന്നും കിട്ടിയ ആ ഇരുമ്പാണിയുടെ ഫോട്ടോ അവർക്ക് മുൻപിലേക്കിട്ടു. ടീച്ചർ, ആമിന മരിച്ച ആ രാത്രിയിൽ രാത്രി 10 മണിവരെ അവൾ ഇവിടെയുണ്ടായിരുന്നു. നിങ്ങളുടെ സഹോദരനെ ബാങ്ക് തട്ടിപ്പിൽ കുടുക്കിക്കൊന്നവരോടുള്ള പക നിങ്ങൾ തീർത്തത് ആ പാവം കുട്ടിയോടാണോ? ഈ ആണി ഉപയോഗിച്ചാണോ നിങ്ങൾ അവളുടെ ശ്വാസം കളഞ്ഞത്? ടീച്ചറുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവർ പതുക്കെ കണ്ണടയൂരി മേശപ്പുറത്ത് വെച്ചു. അവരുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തളർച്ചയുണ്ടായിരുന്നു. സാർ, എനിക്ക് പകയുണ്ടായിരുന്നു എന്നത് സത്യമാണ്. എന്റെ അനിയനെ കൊന്നവരോട് എനിക്ക് വെറുപ്പായിരുന്നു. അന്ന് രാത്രി ആ ആണി ഞാൻ കയ്യിൽ കരുതിയിരുന്നതുമാണ്. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല സാർ. 9:30 ആരോ ഒരു വലിയ വണ്ടിയിൽ എന്റെ വീടിന് മുന്നിൽ വന്നു. ഞാൻ പേടിച്ച് അടുക്കളയിലേക്ക് മാറി നിന്നു. കുറച്ചു കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നപ്പോൾ ആമിന മോൾ തറയിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ആരോ അവളെ എനിക്ക് മുൻപേ കൊന്നിരുന്നു സാർ. രുദ്രൻ സംശയത്തോടെ ഫീലിക്സിനെ നോക്കി. സാവിത്രി ടീച്ചർ കള്ളം പറയുകയാണോ, അതോ അവരാ കൊലപാതകം നേരിട്ട് കണ്ടിരുന്നോ? ഫീലിക്സ് തന്റെ മൈക്രോ ഫ്ലൂറസെന്റ് സ്കാനർ ഉപയോഗിച്ച് ആ ആണി വീണ്ടും പരിശോധിച്ചു. സാർ, ഒരു വലിയ മിസ്റ്റേക്ക് നമുക്ക് പറ്റിയിരിക്കുന്നു. ഈ ആണിയിലെ മുനയിലുള്ള രക്തം ആമിനയുടേതല്ല. ഇതൊരു പഴയ രക്തസാമ്പിളാണ്. ആമിനയുടെ കഴുത്തിൽ ഈ ആണി തറയ്ക്കുമ്പോൾ അവൾക്ക് രക്തസ്രാവം ഉണ്ടായിട്ടില്ല. അതിന്റെ അർത്ഥം ആ കുട്ടി മരിച്ചതിനു ശേഷമാണ് ആരോ ഈ ആണി അവളുടെ കഴുത്തിൽ അടിച്ചു കയറ്റിയത്. ഇതൊരു സിംബോളിക്കായ കാര്യമാണ്. ഇതൊരു അനിഷ്ട സംഭവത്തിന് ഉപയോഗിച്ച വസ്തുവല്ല, മറിച്ച് ഒരാളെ കുടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു തെളിവ് മാത്രമാണ്. രുദ്രൻ ഞെട്ടിപ്പോയി. കൊലയാളി ആ ആണി ഉപയോഗിച്ചല്ല അവിടെ കൊന്നത്. അപ്പോൾ പിന്നെ ആമിന എങ്ങനെയാണ് മരിച്ചത്? ഫീലിക്സ് ടീച്ചറുടെ മുറിയിലെ ഒരു എയർ പ്യൂരിഫയർ ശ്രദ്ധിച്ചു. അയാൾ പതുക്കെ അതിന്റെ ഫിൽട്ടർ ഊരിയെടുത്ത് തന്റെ മൈക്രോസ്കോപ്പിന് കീഴിൽ വെച്ചു. സാർ, ഈ എയർ പ്യൂരിഫയറിൽ ഒരു പ്രത്യേകതരം കെമിക്കലിന്റെ അംശമുണ്ട്. ഹൈ എൻഡ് സൈക്യാട്രിക് വാർഡുകളിൽ ഉപയോഗിക്കുന്ന ഒരു സെഡേറ്റീവ് ഗ്യാസ്. ആരെങ്കിലും വളരെ ബോധപൂർവം ഈ മുറിയിൽ ആ വാതകം നിറച്ചിരുന്നു. അത് ശ്വസിച്ചാണ് ആമിന മയങ്ങി വീണത്. സാവിത്രി ടീച്ചർ കൊലയാളിയല്ല സാർ. അവരും അന്ന് മയക്കത്തിലായിരുന്നു. രുദ്രൻ ദേഷ്യത്തോടെ പല്ലിറുമ്മി. വീണ്ടും ഒരു കബളിപ്പിക്കൽ. അപ്പോഴാണ് പുറത്തു മുറ്റത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന കുഞ്ഞുമോൻ ഓടി വന്നത്. അവന്റെ കയ്യിൽ ഒരു പഴയ മെഡിക്കൽ മാസ്ക് ഉണ്ടായിരുന്നു. സാർ, ഇത് നോക്കൂ, ഈ മാസ്കിൽ ഒരു ലോഗോ ഉണ്ട്. ഹെറിറ്റേജ് വെൽനസ് കോയമ്പത്തൂർ. സൈനബയെ താമസിപ്പിച്ചിരിക്കുന്ന അതേ ആശുപത്രിയിലെ മാസ്ക്. പക്ഷെ അതിനേക്കാൾ വലിയ കാര്യം ഇതാണ് സാർ. ആ രാത്രിയിലെ വിസിറ്റേഴ്സ് ബുക്കിൽ ഒപ്പിട്ടിരിക്കുന്നത് മറ്റൊരാളാണ്. ഫീലിക്സ് ഉടൻ തന്നെ ടീച്ചറുടെ ഒരു ചെറിയ ക്യാമറയിലെ ദൃശ്യങ്ങൾ റിക്കവർ ചെയ്തെടുത്തു. കുട്ടികളെ നിരീക്ഷിക്കാൻ ടീച്ചർ വെച്ചിരുന്ന ക്യാമറ. രാത്രി 10:05. ആ വീഡിയോയിൽ ഒരു സ്ത്രീ വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നത് കാണാം. അവൾ ഒരു നഴ്സിന്റെ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത്. അവൾ തന്റെ മാസ്ക് പതുക്കെ താഴ്ത്തി. വീഡിയോയിലെ ആ മുഖം കണ്ടതും രുദ്രനും കുഞ്ഞുമോനും തറഞ്ഞുപോയി. അത് മറ്റാരുമല്ല, സമീറിന്റെ ഭാര്യ സുഹറ. കഴിഞ്ഞ 6 ദിവസമായി രുദ്രനും കുഞ്ഞുമോനും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ആ പാവം തൊഴിലാളിയുടെ ഭാര്യ. വീഡിയോയിൽ അവൾ ഒരു സാറ്റലൈറ്റ് ഫോണിലൂടെ ആരോടോ സംസാരിക്കുന്നത് വളരെ വ്യക്തമാണ്. ജോലി പൂർത്തിയായിരിക്കുന്നു ഭായ്. മന്ത്രിയുടെ ആ പഴയ രഹസ്യം ഇനി എക്കാലത്തേക്കുമായി മണ്ണിലുറങ്ങും. ഇനി ആരും ഇത് കണ്ടുപിടിക്കില്ല. രുദ്രന്റെ ശബ്ദം ഗാംഭീര്യമുള്ളതായി മാറി. സുഹറ, അവൾ വെറുമൊരു തൊഴിലാളിയുടെ ഭാര്യയല്ല കുഞ്ഞുമോൻ. അവൾ മന്ത്രിയുടെ രാഷ്ട്രീയ എതിരാളികളയച്ച ഒരു കോർപ്പറേറ്റ് സ്പൈ ആണ്. മന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് അവർ അയാളുടെ കുടുംബത്തിലേക്ക് പ്ലാൻ ചെയ്തയച്ചവൾ. ആമിനയെ കൊന്നത് ഈ സുഹറയാണ്. 9-ാം ദിവസത്തെ ഉച്ചസമയം. വണ്ടിപ്പരിയാറിലെ തോട്ടങ്ങൾക്കിടയിലൂടെ രുദ്രന്റെ ബൊലേറോ ഒരു മിന്നൽ പോലെ പാഞ്ഞുകൊണ്ടിരുന്നു. സാർ, ഞാൻ ആ സാറ്റലൈറ്റ് ഫോണിന്റെ ഫ്രീക്വൻസി ഡീക്രിപ്റ്റ് ചെയ്തു. ആ കോൾ പോയിരിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ അടുത്തേക്കല്ല. അതൊരു ഹൈ സെക്യൂരിറ്റി ട്രാൻസ്മിറ്ററിലേക്കാണ്. ആ ട്രാൻസ്മിറ്റർ ഇരിക്കുന്നത് തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. സാർ, നിയമത്തിന് കാവൽ നിൽക്കുന്നവരുടെ ഇടയിലാണ് യഥാർത്ഥ കൊലയാളി ഇരിക്കുന്നത്. രുദ്രൻ സ്റ്റിയറിംഗ് വീലിൽ ഇറുകെ പിടിച്ചു. സുഹറയുടെ ഓരോ വാക്കും ഓരോ നീക്കവും ആരോ നേരത്തെ എഴുതിവെച്ച സ്ക്രിപ്റ്റായിരുന്നു. ആ സ്ക്രിപ്റ്റ് എഴുതിയ ആൾ പോലീസ് ആസ്ഥാനത്തിരിപ്പുണ്ട്. നമുക്കാദ്യം സുഹറയെ പൊക്കണം. വണ്ടി വേഗത്തിൽ വിട്. കാറിനുള്ളിൽ വല്ലാത്തൊരു ഭാരമായിരുന്നു. എപ്പോഴും എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കാറുള്ള കുഞ്ഞുമോൻ ഇന്ന് നിശബ്ദനാണ്. അവൻ പുറത്തെ മഴയിലേക്ക് നോക്കിയിരുന്നു. അവന്റെ കയ്യിലെ നിലക്കടല പൊതി തുറക്കാതെ തന്നെ സീറ്റിൽ കിടപ്പുണ്ട്. ഒരു സഹോദരിയെപ്പോലെ വിശ്വസിച്ച സുഹറ തന്നെ വഞ്ചിച്ചു എന്ന സത്യം അവനെ താങ്ങാവുന്നതിലും അധികമായിരുന്നു. കുഞ്ഞുമോൻ വളരെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, സാർ, ചിലപ്പോൾ മനുഷ്യരെക്കാൾ നല്ലത് മൃഗങ്ങളാണ്. അവർ ഒരിക്കലും നമ്മളെ ചതിക്കില്ല. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അവൾ എനിക്ക് ചായയും സുഖേനും തന്നു. എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ആ സ്നേഹമെല്ലാം വെറുമൊരു അഭിനയമായിരുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സാർ.
ഇത്രയും ക്രൂരമായി ഒരാൾക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു? ഫെലിക്സ് തന്റെ ലാപ്ടോപ്പിലെ സിഗ്നൽ സ്ക്രീനിൽ കണ്ണു നട്ടിരിക്കുകയായിരുന്നു. സമീറിന്റെ വീട് വിജനമായിരുന്നു. ഉമ്മറത്ത് തലയിൽ കൈവച്ച് സമീർ ഇരിക്കുന്നുണ്ട്. അയാളുടെ കണ്ണുകൾ വല്ലാതെ ചുവന്നിരുന്നു. പോലീസ് ജീപ്പ് കണ്ടതും അയാളൊന്ന് ഞെട്ടി. പിന്നെ വീണ്ടും ആ ശൂന്യതയിലേക്ക് നോക്കിയിരുന്നു. രുദ്രൻ വേഗത്തിൽ അയാളുടെ അടുത്തേക്ക് ചെന്നു. സമീർ, എവിടെ അവൾ? സുഹറ എവിടെ? സമീർ വിതമ്പിക്കൊണ്ട് പറഞ്ഞു. സാർ, 1 മണിക്കൂർ മുൻപ് അവൾക്കൊരു ഫോൺ വന്നു. അവളൊന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ കറുത്ത ചില്ലുള്ള ഒരു വലിയ വണ്ടി ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. അവൾ അലമാരയിലുണ്ടായിരുന്ന ആ സ്വർണമെല്ലാം എടുത്ത് ആ വണ്ടിയിൽ കയറിപ്പോയി സാർ. അവളുടെ ഡ്രസ്സ് പോലും അവൾ എടുത്തില്ല. എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. 10 വർഷം എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് സാർ. സുഹറ രക്ഷപ്പെട്ടിരിക്കുന്നു. പ്ലാൻ ചെയ്തതുപോലെ തന്നെ. രുദ്രൻ ഫെലിക്സിനെ നോക്കി. ഫെലിക്സ് ഉടൻ തന്നെ തന്റെ ലാപ്ടോപ്പിൽ ആ കറുത്ത വണ്ടിയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ തുടങ്ങി. സാർ, ആ വണ്ടി കുമളി ബോർഡറിലേക്കാണ് പോകുന്നത്. ഞാൻ ആ പ്രദേശത്തെ ടവർ ഡംപ് ഡാറ്റ എടുക്കുകയാണ്. 1 സെക്കൻഡ്. ഫെലിക്സിന്റെ വിരലുകൾ കീബോർഡിൽ പാഞ്ഞു. സാർ, ആ സാറ്റലൈറ്റ് ഫോണിൽ നിന്നും വന്ന അവസാനത്തെ മെസ്സേജ് എനിക്ക് കിട്ടി. അതൊരു ഹാർട്ട് ബീറ്റ് സിഗ്നലാണ്. അതായത് സുഹര മരിച്ചാൽ ആ നിമിഷം ആ വിവരം കൺട്രോൾ റൂമിലെത്തും. ഇതൊരു പ്രൊഫഷണൽ ഹീറ്റ് ഓപ്പറേഷനാണ് സാർ. സുഹര വെറുമൊരു കൊലയാളിയല്ല. അവളൊരു ലയബിലിറ്റിയായി മാറിയിരിക്കുന്നു. അവളെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. രുദ്രന്റെ മുഖത്ത് വല്ലാത്തൊരു ആശങ്ക പടർന്നു. സുഹര കൊല്ലപ്പെട്ടാൽ ഈ കേസിന്റെ അവസാനത്തെ കണ്ണിയും ഇല്ലാതാകും. അവർ വേഗത്തിൽ ജീപ്പിലേക്ക് കയറി. കുമളി ബോർഡറിലേക്കുള്ള ആ കുത്തനെയുള്ള പാതയിലൂടെ ജീപ്പ് കുതിച്ചു പാഞ്ഞു. റോഡിൽ നിന്നും താഴേക്കുള്ള ഒരു കൊക്കയിലേക്ക് മറിഞ്ഞുകിടക്കുന്ന കറുത്ത SUV. അതിന്റെ ടയറുകൾ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരുന്നു. രുദ്രനും സംഘവും താഴേക്ക് ഓടിയിറങ്ങി. കാറിനുള്ളിൽ കണ്ട കാഴ്ച കുഞ്ഞുമോനെ തളർത്തിക്കളഞ്ഞു. ഡ്രൈവർ സീറ്റിൽ സുഹറ മരിച്ചു കിടക്കുന്നു. അവളുടെ നെറ്റിയിൽ കൃത്യം മധ്യത്തിലായി ഒരു വെടിയുണ്ട തുളച്ചു കയറിയിട്ടുണ്ട്. അതൊരു ആത്മഹത്യയായിരുന്നില്ല. കൃത്യമായ ഒരു ക്ലീൻ കില്ലിംഗ് ആയിരുന്നു. ഫെലിക്സ്, സാർ, ഇവിടെ നോക്കൂ. അവളുടെ കയ്യിലൊരു കത്തുണ്ട്. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞൊരു കത്ത്. രുദ്രൻ ആ കത്തെടുത്ത് പതുക്കെ നിവർത്തി. അത് സുഹറയുടെ കൈപ്പടയിൽ എഴുതിയ ഒരു കുറ്റസമ്മത പത്രമായിരുന്നു. പക്ഷേ ആ കത്തിലെ വരികൾ വായിച്ചതും രുദ്രന്റെ കണ്ണുകൾ വിടർന്നു. കത്തിലെ അവസാന വരികൾ ഇതായിരുന്നു: ഈ കേസ് റീഓപ്പൺ ചെയ്ത DYSP രുദ്രൻ നായരാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത്. മിനിസ്റ്ററെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കോടികൾ വാങ്ങാൻ വേണ്ടിയാണ് എന്നെക്കൊണ്ട് ഈ കള്ളങ്ങളെല്ലാം പറയിച്ചത്. മകൾ ആമിനയെ കൊന്നത് രുദ്രൻ നായരുടെ ആളുകളാണ്. കുഞ്ഞുമോൻ നടുക്കത്തോടെ ചോദിച്ചു. സാർ, അവൾ നമ്മളെ ചതിച്ചതാണോ? ഫെലിക്സ് ലാപ്ടോപ്പിലേക്ക് നോക്കി അലറി. സാർ, ഇതൊരു കെണിയാണ്. നമ്മുടെ IG-യുടെ ഒപ്പുള്ള ഒരു അറസ്റ്റ് വാറന്റ് ഇപ്പോൾ സിസ്റ്റത്തിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. DYSP രുദ്രൻ നായരെയും സംഘത്തെയും ഉടൻ കസ്റ്റഡിയിലെടുക്കാൻ ഓർഡർ വന്നിരിക്കുന്നു. വേട്ടക്കാരിപ്പോൾ പ്രതികളായി മാറിയിരിക്കുന്നു സാർ. പോലീസ് വണ്ടികൾ നമ്മളെ വലഞ്ഞു കഴിഞ്ഞു സാർ. രുദ്രൻ ചുറ്റും നോക്കി. കാടിന്റെ ഇരുവശത്തു നിന്നും പോലീസിന്റെ ചുവന്ന വെളിച്ചം തെളിഞ്ഞു വരുന്നു. സിസ്റ്റം മുഴുവൻ അവർക്കെതിരായി തിരിഞ്ഞുകഴിഞ്ഞു. രുദ്രനും സംഘവും ഇപ്പോൾ ഈ കേസിന്റെ പുതിയ പ്രതികളാണ്. അവർക്ക് ഈ മലനിരകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ? 10ാം ദിവസത്തെ രാത്രി വല്ലാത്തൊരു ഭയത്തോടെയാണ് കടന്നുവന്നത്. വണ്ടിപ്പെരിയാറിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഏലത്തോട്ടത്തിലെ പഴയ വാട്ടംപുരയ്ക്കുള്ളിൽ രുദ്രനും സംഘവും ഒളിച്ചിരിക്കുകയാണ്. അവിടെയെങ്ങും ഏലക്കായുടെയും പഴയ കരിയുടെയും രൂക്ഷഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. ജനലുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന തണുത്ത കാറ്റ് അവരെ വിറപ്പിച്ചുകൊണ്ടിരുന്നു. ഇത്രയും കാലം നാടിന് കാവൽ നിന്നവർ ഇന്ന് സ്വന്തം വകുപ്പിലെ പോലീസുകാരെ പേടിച്ച് ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്നു. മുറിയിലെ ഒരു തടിപ്പെട്ടിക്ക് മുകളിൽ തലയിൽ കൈവച്ചിരിക്കുകയായിരുന്നു കുഞ്ഞുമോൻ. എപ്പോഴും എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കാറുള്ള അവൻ ഇന്ന് തളർന്നുപോയിരുന്നു. അവന്റെ മുന്നിലിരുന്ന പഴംപരി പാക്കറ്റ് ഈർപ്പം തട്ടി നനഞ്ഞു കുതിർന്നു കിടക്കുന്നു. കുഞ്ഞുമോൻ: സാർ, എൻ്റെ ഭാര്യയും മക്കളും എന്നെക്കുറിച്ച് എന്തു വിചാരിക്കും? TV-യിലെ വാർത്തകളിൽ എൻ്റെ ഫോട്ടോ കാണിക്കുമ്പോൾ അവർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? ഞാനൊരു കുറ്റവാളിയാണെന്ന് ലോകം മുഴുവൻ വിശ്വസിച്ചിരിക്കുകയാണ് സാർ. ഇടുക്കിയിലെ എൻ്റെ കുടുംബത്തിന് ഈ അപമാനം താങ്ങാൻ കഴിയില്ല. നമ്മൾ എന്തിനാണ് സാർ ഈ കേസ് ഏറ്റെടുത്തത്? സത്യം കണ്ടുപിടിക്കാൻ നോക്കിയപ്പോൾ നമ്മൾ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഫെലിക്സ് തൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരുന്നു. എൻ്റെ കയ്യിൽ ആകെ 12% ബാറ്ററി മാത്രമേ ഉള്ളൂ. രുദ്രൻ ആ വാട്ടംപുരയുടെ ഒരു മൂലയിൽ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. അയാൾ ഒന്നും മിണ്ടിയില്ല. 30 വർഷത്തെ തൻ്റെ സർവീസിനിടയിൽ അയാൾ കണ്ട നിയമം ഇപ്പോൾ അയാൾക്ക് നേരെ പല്ലിളിച്ചു നിൽക്കുകയാണ്. രുദ്രൻ്റെ മെഡിറ്റേഷൻ. 5 മിനിറ്റ്. അയാൾ ആ ഏലക്കായുടെ ഗന്ധമോ പോലീസ് സൈറണുകളോ കേൾക്കുന്നില്ല. അയാൾ മനസ്സിൽ ആ സാറ്റലൈറ്റ് ഫോണിലെ ശബ്ദത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. കുഞ്ഞുമോൻ, സുഹറ പറഞ്ഞ ആ സഹോദരൻ, അവനൊരു പോലീസുകാരനല്ല. ഫെലിക്സ്, ആ ഓഡിയോ റെക്കോർഡിംഗ് ഒന്നുകൂടി പ്ലേ ചെയ്യ്. ആ ശബ്ദത്തിന് പിന്നിൽ നീ കേട്ട ആ പ്രത്യേക ശബ്ദം എന്താണെന്ന് എനിക്ക് ഒന്നുകൂടി അറിയണം. സാർ, ഞാനിത് സ്പെക്ട്രോഗ്രാഫി വഴി അനലൈസ് ചെയ്തു. ഈ ശബ്ദം ഒരു കീബോർഡിൻ്റേതല്ല.
ഇതൊരു പഴയ ടൈപ്പ് റൈറ്ററിൻ്റേതുമല്ല, ഇതൊരു സ്റ്റെനോഗ്രാഫ് മെഷീൻ്റേതാണ്. ഹൈക്കോടതിയിലെ ഉന്നത ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വലിയ വക്കീലന്മാരോ ഉപയോഗിക്കുന്ന പ്രത്യേകതരം യന്ത്രം. സർ, ആ കോൾ പോയിരിക്കുന്നത് പോലീസ് ആസ്ഥാനത്തേക്കല്ല, അവിടെയുള്ള ഹൈ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റർ ഉപയോഗിച്ച് ആരോ അത് വഴിതിരിച്ചു വിട്ടതാണ്. യഥാർത്ഥ ലൊക്കേഷൻ തിരുവനന്തപുരത്തെ കവടിയാറിലൊരു വീടാണ്. കവടിയാറിലെ വീട്, ആ സ്റ്റെനോഗ്രാഫ് മെഷീൻ. ഫെലിക്സ്, ആ വീട് ആരുടേതാണെന്ന് നോക്ക്. സർ, കിട്ടി. ആ വീട് അഡ്വക്കേറ്റ് ധർമ്മരാജൻ്റേതാണ്. സുപ്രീം കോടതിയിലെ വലിയ വക്കീൽ. കഴിഞ്ഞ 20 വർഷമായി മിനിസ്റ്റർ വിശ്വനാഥ മേനോന്റെ എല്ലാ നിയമപ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഫിക്സർ. അയാളൊരു സാധാരണ വക്കീല് മാത്രമല്ല സാർ. ഒരു കാലത്ത് കർണാടക സംഗീതജ്ഞനായിരുന്ന അയാൾ, തൊണ്ടയിലെ സർജറിക്ക് ശേഷം ശബ്ദം നഷ്ടപ്പെട്ട അയാൾ ഇപ്പോൾ ഈ സ്റ്റെനോഗ്രാഫ് മെഷീൻ വഴിയാണ് ആശയവിനിമയം നടത്തുന്നത്. ആ വീഡിയോയിലെ ശബ്ദം AI വഴി ക്ലോൺ ചെയ്തതാണ്. രുദ്രൻ ഞെട്ടിപ്പോയി. അഡ്വക്കേറ്റ് ധർമ്മരാജൻ, മിനിസ്റ്ററിന്റെ വിശ്വസ്തൻ. പക്ഷേ അയാൾ എന്തിനാണ് ആമിനയെ കൊല്ലാൻ ഉത്തരവിട്ടത്? ഫെലിക്സ് ധർമ്മരാജന്റെ കമ്പ്യൂട്ടറിലെ ചില രഹസ്യ ഫയലുകൾ കൂടി ക്രാക്ക് ചെയ്തെടുത്തു. സർ, ഇതിനേക്കാൾ വലിയൊരു രഹസ്യം കൂടി ഇവിടെയുണ്ട്. ധർമ്മരാജൻ വെറുമൊരു വക്കീല് മാത്രമല്ല, അയാൾ ആമിനയുടെ അമ്മ സൈനബയുടെ സ്വന്തം അച്ഛനാണ്. വർഷങ്ങൾക്ക് മുമ്പ് മിനിസ്റ്ററുമായുള്ള അവിഹിത ബന്ധം അറിഞ്ഞപ്പോൾ അയാൾ സ്വന്തം മകളെ വീട്ടിൽ നിന്നും പുറത്താക്കിയതാണ്. തന്റെ കുടുംബത്തിന്റെ അഭിമാനത്തിന് വലിയൊരു കളങ്കമാണ് ആമിന എന്നയാൾ വിശ്വസിച്ചു. ആ കളങ്കം മായ്ക്കാൻ വേണ്ടി അയാൾ സ്വന്തം പേരക്കുട്ടിയെ കൊന്നു. എന്നിട്ട് ആ കൊലപാതകം മിനിസ്റ്ററുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വിറ്റു. ഒരു കല്ലുകൊണ്ട് 2 മാങ്ങ സാർ. ഒരു മുത്തശ്ശൻ സ്വന്തം പേരക്കുട്ടിയെ ഇല്ലാതാക്കി. രുദ്രന്റെ കണ്ണുകൾ വെറുപ്പ് നിറഞ്ഞു. കുഞ്ഞുമോൻ ആകെ തളർന്നുപോയിരുന്നു. സാർ, ഒരു മനുഷ്യന് ഇത്രയും ക്രൂരനാകാൻ കഴിയുമോ? പോലീസ് അവരെ വളഞ്ഞു കഴിഞ്ഞു. DIGയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം. അവർക്ക് കിട്ടിയ ഓർഡർ രുദ്രനെയും സംഘത്തെയും തീർക്കുക എന്നതായിരുന്നു. രുദ്രൻ തന്റെ തോക്കെടുത്തു. പക്ഷേ അപ്പോഴാണ് സുഹറയുടെ ക്ലൗഡ് സ്റ്റോറേജിൽ നിന്നും രുദ്രന് ഫോണിലേക്കൊരു മെസ്സേജ് വന്നത്. ഒരു ടൈമർ സെറ്റ് ചെയ്തു വെച്ച അവസാനത്തെ വീഡിയോ. വീഡിയോയിൽ അഡ്വക്കേറ്റ് ധർമ്മരാജൻ ഒരു പൊതി ഒരാൾക്ക് കൈമാറുന്നുണ്ട്. ആ പൊതിക്കുള്ളിൽ ആമിനയുടെ കഴുത്തിൽ തറഞ്ഞ ആ ഇരുമ്പാണി യൂനയിലായിരുന്നു. പക്ഷേ ആ പൊതി വാങ്ങിയത് സുഹറയുമല്ല, ബാലനുമല്ല. പ്രകാശം പതുക്കെ ആ മുഖത്തേക്ക് പതിച്ചു. അത് ആമിനയുടെ അമ്മാവൻ സമീറായിരുന്നു. നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ച, ഭാര്യ ചതിച്ചെന്നു പറഞ്ഞ് നമ്മളോട് കരഞ്ഞ ആ പാവം സമീർ. വീഡിയോയിൽ സമീർ പറയുന്നത് വളരെ വ്യക്തമാണ്. അവളുടെ അച്ഛൻ എന്റെ ജ്യേഷ്ഠൻ കബീറല്ല. ആ അഭിമാനം എനിക്ക് വേണ്ട. ധർമ്മരാജൻ സാർ പറഞ്ഞതുപോലെ ഞാനിത് ചെയ്യാം. എനിക്ക് ആ പണം മാത്രം മതി. ആമിനയെ രാത്രി 10 മണിക്ക് ആ ആണി ഉപയോഗിച്ച് കൊന്നത് മറ്റാരുമല്ല, അവളെ സംരക്ഷിക്കുമെന്ന് നമ്മൾ കരുതിയ സമീറായിരുന്നു. സുഹറ വെറുമൊരു സാക്ഷി മാത്രമായിരുന്നു. അപ്പോഴാണ് വാട്ടംപുരയുടെ വാതിൽ ചവിട്ടി തുറന്നത്. രുദ്രൻ നായർ, കൈകൾ തലയ്ക്ക് പിന്നിൽ വെച്ച് പുറത്തുവരൂ, അല്ലെങ്കിൽ വെടിവെക്കാൻ ഞങ്ങൾ മടിക്കില്ല. DIGയുടെ അലർച്ച മുറിയിൽ മുഴങ്ങി. രുദ്രൻ ഫെലിക്സിനെ നോക്കി ഒന്ന് കണ്ണടച്ചു കാണിച്ചു. ഈ സത്യം പുറം ലോകമറിയാൻ ഇനി അവർക്ക് വെറും 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. 10ാം ദിവസത്തെ രാത്രി ഒരു ഭയാനകമായ യുദ്ധഭൂമിയായി മാറിയിരുന്നു. വണ്ടിപ്പെരിയാറിലെ ആ പഴയ വാട്ടംപുരയ്ക്ക് പുറത്ത് DIG മത്തായിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തോക്കുകളുമായി വളഞ്ഞിരിക്കുകയാണ്. ഓരോ തവണ വെടിയൊച്ച കേൾക്കുമ്പോഴും കുഞ്ഞുമോൻ തറയിലേക്ക് ഒന്നുകൂടി പതുങ്ങിയിരുന്നു. മരപ്പലകകൾ തുളച്ചുവരുന്ന വെടിയുണ്ടകൾ അവരുടെ തരയ്ക്ക് മുകളിലൂടെയാണ് പാഞ്ഞു പോകുന്നത്. സാർ, അവർ നമ്മളെ ജീവനോടെ വിടില്ല. നമ്മളെ വെടിവെച്ച് കൊന്നിട്ട് അതൊരു എൻകൗണ്ടർ ആണെന്ന് അവർ വരുത്തി തീർക്കും. നമുക്ക് കീഴടങ്ങാം സാർ. എനിക്കെന്റെ കുടുംബത്തെ ഒന്നുകൂടി കാണണം. ഫെലിക്സ് തന്റെ ലാപ്ടോപ്പിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. കുഞ്ഞുമോൻ, നമ്മൾ പുറത്തുപോയാൽ നമ്മൾ കൊല്ലപ്പെടും. ഈ ലാപ്ടോപ്പിലെ ബാറ്ററി 4% കുറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കണ്ടെത്തിയ ആ തെളിവുകൾ, സമീറിന്റെ വീഡിയോയും ധർമ്മരാജന്റെ ബാങ്ക് ഡീറ്റെയിൽസും, അതെങ്ങനെയെങ്കിലും മീഡിയയുടെ സെർവറുകളിലേക്ക് അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ ആമിനയ്ക്ക് ഒരിക്കലും നീതി കിട്ടില്ല. രുദ്രൻ ആ ഇരുട്ടിലൊട്ടും പതറാതെ നിന്നു. വെടിയൊച്ചകൾ കേട്ടിട്ടും അയാളുടെ ശ്വാസോച്ഛ്വാസം വളരെ ശാന്തമായിരുന്നു. രുദ്രന്റെ മെഡിറ്റേഷൻ. അയാൾ പുറത്തെ കാറ്റിന്റെ ഗതിയും വെടിയുതിർക്കുന്നവരുടെ പൊസിഷനുകളും മനസ്സിലാക്കുകയായിരുന്നു. കീഴടങ്ങൽ നമ്മുടെ നിഘണ്ടുവിലില്ല കുഞ്ഞുമോൻ. ധർമ്മരാജനും സമീറും വിചാരിച്ചിരിക്കുന്നത് നമ്മളെ ഇവിടെ വെച്ച് തീർക്കാമെന്നാണ്. ഈ വാട്ടംപുരയിൽ നിന്നും രക്ഷപ്പെടാൻ വേറെന്തെങ്കിലും വഴിയുണ്ടോ? നീ ഈ നാട്ടുകാരനല്ലേ? ആലോചിക്ക്. കുഞ്ഞുമോൻ പെട്ടെന്നെന്തോ ഓർത്തതുപോലെ തല ഉയർത്തി. ഉണ്ട് സാർ, ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത വാട്ടംപുരയാണിത്. ഇതിന്റെ അടിയിൽ നിന്നും ഏലക്കായുടെ വേസ്റ്റ് പുറത്തേക്ക് കളയാൻ പുഴയിലേക്കൊരു ഡ്രെയിനേജ് ടണലുണ്ട്. വർഷങ്ങളായി അതാരും ഉപയോഗിക്കാറില്ല. അതിലൂടെ ഇറങ്ങിയാൽ നമുക്ക് ആ പുഴയുടെ തീരത്തെത്താം. ആ ടണൽ ഇരുട്ടും അഴുക്കും നിറഞ്ഞതായിരുന്നു. വഴുക്കലുള്ള ആ ഭിത്തികളിലൂടെ അവർ നിരങ്ങി നീങ്ങി. ഓ മൈ ഗോഡ്, ഇതൊരു ബയോ ഹസാർഡാണ് സാർ. ഇവിടെ മുഴുവൻ ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയകളാണ്. എന്റെ വസ്ത്രങ്ങളും എക്വിപ്മെന്റ്സും മുഴുവൻ നശിച്ചു. സ്കോട്ട്ലൻഡ് യാർഡിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വർക്ക് ചെയ്തിട്ടില്ല.
സാറേ, ഇതൊരു ആയുർവേദ മഡ്ബാത്താണെന്ന് വിചാരിച്ചാൽ മതി. ഇടുക്കിയിലെ മണ്ണ് നല്ലതാണ്, ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും. രുദ്രൻ തന്റെ കാൽമുട്ടിലെ വേദന വകവയ്ക്കാതെ അവർക്ക് മുന്നിലൂടെ നീങ്ങി. ടണലിന്റെ അവസാനം പുഴയുടെ തണുത്ത വെള്ളത്തിലേക്ക് അവർ വീണു. അവർ അവിടെ നിന്നും ഒരു കാട്ടിലേക്ക് കയറി. അവിടെ വെളിച്ചം കുറവായിരുന്നു. സാർ, ഇവിടെ 2G സിഗ്നൽ പോലുമില്ല. ഈ വലിയ ഫയൽ അപ്ലോഡ് ചെയ്യാൻ എനിക്കൊരു ഹൈ ആൽറ്റിറ്റ്യൂഡ് സിഗ്നൽ വേണം. അവർ മുകളിലേക്ക് നോക്കിയപ്പോൾ അടുത്തുള്ളൊരു കുന്നിൻ മുകളിൽ ഒരു പഴയ കമ്മ്യൂണിക്കേഷൻ ടവർ കണ്ടു. അവർ അങ്ങോട്ടേക്ക് ഓടിക്കയറി. ഫെലിക്സ് തന്റെ ലാപ്ടോപ്പ് തുറന്ന് ടവറിന്റെ ബേസ് സ്റ്റേഷനിലെ വയറുകളുമായി ഘടിപ്പിച്ചു. കുഞ്ഞുമോന്റെ പോക്കറ്റിൽ നിന്നെടുത്തൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ആ വയറുകൾ തമ്മിൽ ബന്ധിപ്പിച്ചു. സാർ, ഞാൻ ഇവരുടെ എമർജൻസി ഫ്രീക്വൻസി ഹാക്ക് ചെയ്തു. അപ്ലോഡ് തുടങ്ങിയിരിക്കുന്നു. 20%, 40%. ആ സമയത്ത് കുഞ്ഞുമോന്റെ ഫോണിലേക്കൊരു കോൾ വന്നു. ലോക്കൽ ഇൻഫോർമറായിരുന്നു അത്. കുഞ്ഞുമോന്റെ മുഖം വിളറി വെളുത്തു. സാർ, വലിയൊരു ചതി. ആമിനെ കൊന്ന സമീർ ഇപ്പോൾ ഒളിവിലല്ല. അയാൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ സുരക്ഷിതത്വത്തിലിരിക്കുകയാണ്. നമ്മൾ അയാളെ ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞ് അയാൾ നമ്മൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു. പോലീസ് സംരക്ഷണം അയാൾക്കാണ് സാർ. രുദ്രൻ ദേഷ്യത്തോടെ പല്ലിരുമി. സമീറും പോലീസും ചേർന്നുള്ള വലിയൊരു നാടകം. സാർ, അപ്ലോഡ് ഫെയിൽഡായി. 99%-ൽ നിന്നുപോയി. അപ്പോഴാണ് ഇരുട്ടിൽ നിന്നും ചില കാലൊച്ചകൾ അവർ കേട്ടത്. അവരെ വലഞ്ഞുകൊണ്ട് കുറെ ലോക്കൽ ഗുണ്ടകൾ പുറത്തേക്ക് വന്നു. അവരുടെ മുന്നിലായി സാക്ഷാൽ സമീർ. ധർമ്മരാജൻ സാർ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു ഇൻസ്പെക്ടർ. സമീർ പരിഹാസത്തോടെ ചിരിച്ചു. ആമിനയോടൊപ്പം നിങ്ങളും ഈ ഇടുക്കിയിലെ മങ്ങിൽ ഉറങ്ങാൻ പോവുകയാണ്. രുദ്രൻ തന്റെ തോക്കെടുക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ സമീർ തോക്കുയർത്തി രുദ്രന് നേരെ കാഞ്ചി വലിച്ചു. ആ വെടിയൊച്ച മലനിരകളിൽ മുഴങ്ങിക്കേട്ടു. എന്നാൽ രുദ്രൻ താഴേക്ക് വീണില്ല. സമീർ കാഞ്ചി വലിക്കുന്നതിനൊരു സെക്കൻഡ് മുൻപ് അത്രയും നേരം ഭയന്ന് പതുങ്ങിയിരുന്ന കുഞ്ഞുമോൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് ഒരു വലിയ കല്ല് സമീറിന്റെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. ആ ഇടിയിൽ സമീറിന്റെ ഉന്നം തെറ്റി. വെടിയുണ്ട രുദ്രന്റെ വലത്തെ തോളിലെ ഉരസിപ്പാഞ്ഞുപോയി. ചോര ചീറ്റിത്തെറിച്ചെങ്കിലും രുദ്രൻ ഒട്ടും പതറിയില്ല. സാധാരണ എപ്പോഴും ശാന്തനായി നിൽക്കാറുള്ള രുദ്രൻ ഒരു വന്യമൃഗത്തെപ്പോലെ സമീറിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. ഒരൊറ്റ ഇടിയിൽ സമീറിന്റെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ചു വീണു. കൂടെ വന്ന ഗുണ്ടകൾ രുദ്രന്റെ ഈ രൂപം കണ്ട് ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. രുദ്രൻ സമീറിന്റെ കോളറിൽ പിടിച്ചുയർത്തി. നിന്റെ ഈ നാടൻ തോക്കുകൊണ്ട് തീരുന്നതല്ല രുദ്രൻ നായർ. നിന്നെ ഞാൻ കൊല്ലില്ല. കാരണം സത്യം പറയാൻ നിന്റെ ഈ നാവ് എനിക്ക് വേണം. പുലർച്ചെ വെളിച്ചം വീണു തുടങ്ങിയിരുന്നു. ചോരയൊലിപ്പിക്കുന്ന സമീറിനെയും വലിച്ച് ജീപ്പിലിട്ട് അവർ തിരുവനന്തപുരത്തേക്ക് കുതിച്ചു പായുകയാണ്. എസ്റ്റേറ്റ് പൊളിക്കാൻ ഇനി വെറും 8 മണിക്കൂർ. മുൻസീറ്റിലിരുന്ന കുഞ്ഞുമോൻ താൻ പാതി വഴിയിൽ ഉപേക്ഷിച്ച പഴയ മിക്സ്ചർ പൊതിയെടുത്ത് വായിലേക്കിട്ടു. അവന്റെ കൈകൾ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. സാർ, ആ കല്ല് ഞാൻ എറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ 3 ആ മലയിൽ കിടന്നേനെ. പക്ഷേ ഇത്രയൊക്കെ ഹീറോയിസം കാണിച്ചിട്ടും എനിക്ക് വല്ല പ്രമോഷനും കിട്ടുമോ? ഇല്ല, കാരണം നമ്മളിപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ണിൽ പിടികിട്ടാ പുള്ളികളാണ്. ഈ ഒളിച്ചോട്ടം എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. പിൻസീറ്റിലിരുന്ന് രുദ്രന്റെ തോളിലെ മുറിവ് കെട്ടാൻ ശ്രമിക്കുകയായിരുന്നു ഫെലിക്സ്. കുഞ്ഞുമോൻ, നിന്റെ ഹാർട്ട് അറ്റാക്കിനേക്കാൾ എനിക്ക് ഭയം തോന്നുന്നത് സാറിന്റെ ഈ മുറിവ് കണ്ടിട്ടാണ്. എന്റെ കയ്യിൽ സ്റ്റെറൈൽ ഗെയ്സ് ഇല്ല. ഈ തുരുമ്പുവെടുത്ത വെടിയുണ്ടയിൽ നിന്നും സാറിന് ടെറ്റനസ് വരാനുള്ള സാധ്യത 90% രുദ്രൻ ആ വേദന വകവയ്ക്കാതെ തന്റെ ഫ്ലാസ്കിലെ തണുത്ത കട്ടൻ കാപ്പി കുടിച്ചു. ചോര എപ്പോഴും സത്യം മാത്രമേ പറയൂ ഫെലിക്സ്. ആമിനയുടെ ചോര അവിടെ കൊന്നവനെ കാണിച്ചു തന്നു. എന്റെ ഈ ചോര ആ കൊലയാളിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. രുദ്രൻ റിയർ വ്യൂ മിററിലൂടെ സമീറിനെ നോക്കി. സമീർ, ധർമ്മരാജൻ നിനക്ക് എത്ര കോടി തന്നു സ്വന്തം ജ്യേഷ്ഠന്റെ മോളെ കൊല്ലാൻ? സാർ, 1 കോടി. ആ സുഹറ വെറുമൊരു ഏജന്റായിരുന്നു. പണി കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ധർമ്മരാജൻ സാർ ഏർപ്പാടാക്കിയവൾ. രാത്രി 10 മണിക്ക് സാവിത്രി ടീച്ചറുടെ വീട്ടിൽ വെച്ചാണ് ഞാൻ ആ ആണി ആമിനയുടെ കഴുത്തിൽ അടിച്ചു കയറ്റിയത്. എന്നിട്ട് 11:30 ഞാൻ പ്ലാൻ ചെയ്ത പ്രകാരം ബാറിൽ പ്രശ്നമുണ്ടാക്കി ലോക്കപ്പിൽ കയറി. പോലീസുകാർക്ക് പണം നൽകി ആ എൻട്രി 9:30 ബാക്ക് ഡേറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷേ സാർ, ഞാൻ അടിക്കുമ്പോൾ ആ കുട്ടിക്ക് അനക്കമുണ്ടായിരുന്നില്ല. അവൾ മയക്കത്തിലായിരുന്നു എന്ന് സുഹറ പറഞ്ഞത് കളവായിരുന്നു സാർ. ഫെലിക്സ് തന്റെ ലാപ്ടോപ്പിലേക്ക് വീണ്ടും നോക്കി. അപ്പോഴാണ് അയാളുടെ മുഖത്തൊരു അത്ഭുതം വിടർന്നത്. സാർ, ഒരു ഗുഡ് ന്യൂസ്. ഇന്നലെ ആ ടവറിൽ വെച്ച് 99%-ൽ അപ്ലോഡ് ഫെയിലായല്ലോ. ഞാൻ കരുതിയത് ആ ഫയൽ പോയെന്നാണ്. പക്ഷേ അതൊരു പാക്കറ്റ് ബഫറായിരുന്നു. വീഡിയോ ഫുള്ളായി പോയില്ലെങ്കിലും ആ വീഡിയോയുടെ ഓഡിയോ ട്രാക്കും മെറ്റാഡാറ്റയും എൻ്റെ ക്ലൗഡ് സെർവറിലേക്ക് സിങ്ക് ആയിട്ടുണ്ട്. ആ ധർമ്മരാജൻ സമീറിന് ആമിന കൈമാറുന്ന സമയത്തുള്ള വോയിസ് റെക്കോർഡിംഗ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് വെച്ച് നമുക്കവനെ പൂട്ടാം. രുദ്രന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവന്റെ കവടിയാറിലെ വീട്ടിലേക്ക് വിടു കുഞ്ഞുമോൻ. ഇനിയൊരു ഒളിച്ചുകളിയുമില്ല.
എന്നാൽ അപ്പോഴാണ് കുഞ്ഞുമോന് ഹെഡ്ക്വാർട്ടേഴ്സിലെ തൻ്റെ പഴയ ഒരു സുഹൃത്തിൻ്റെ കോൾ വന്നത്. കുഞ്ഞുമോൻ ഫോൺ വെച്ചപ്പോൾ അവൻ്റെ മുഖത്ത് ഭയമായിരുന്നു. സർ, നമ്മൾ വിചാരിച്ച പോലെ ധർമ്മരാജൻ വീട്ടിലില്ല. അവൻ പ്രസ് ക്ലബ്ബിൽ വലിയൊരു പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ്. കൃത്യം 2 മണിക്കൂറിനുള്ളിൽ SIT സംഘം ഹോം മിനിസ്റ്ററെ ബ്ലാക്ക്മെയിൽ ചെയ്തു, തെളിവുകൾ നശിപ്പിച്ചു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ. അവൻ നമ്മളെ മീഡിയയ്ക്ക് മുന്നിൽ വെച്ച് ഇല്ലാതാക്കാൻ പോവുകയാണ് സർ. അവൻ്റെ പ്രസ് മീറ്റ് നടക്കട്ടെ, നമ്മളും അവിടെ തന്നെ പോകും. ഈ ഓഡിയോ ഫയൽ കേരളം മുഴുവൻ ലൈവായി കേൾക്കട്ടെ. പ്രസ് ക്ലബ്ബ് നിറഞ്ഞു കവിഞ്ഞിരുന്നു. സ്റ്റേജിൽ അഡ്വക്കേറ്റ് ധർമ്മരാജൻ ശാന്തനായിരിക്കുന്നുണ്ട്. തൊണ്ടയിൽ ക്യാൻസർ വന്ന് ശബ്ദം നഷ്ടപ്പെട്ട അയാൾ തൻ്റെ മുന്നിലിരിക്കുന്ന ആ സ്റ്റെനോഗ്രാഫ് മെഷീനിലൂടെ ടൈപ്പ് ചെയ്യുന്നു. അതൊരു AI വോയിസായി സ്പീക്കറിലൂടെ പുറത്തു വരുന്നുണ്ട്. രുദ്രനെതിരെ കടുത്ത ആരോപണങ്ങളാണ് അയാൾ ഉന്നയിക്കുന്നത്. പെട്ടെന്നാണ് പ്രസ് ക്ലബിൻ്റെ പ്രധാന വാതിൽ തുറന്ന് ചോര പുരണ്ട ഷർട്ടുമായി രുദ്രൻ്റെ സംഘവും അകത്തേക്ക് കടന്നു വന്നത്. ക്യാമറകൾ മുഴുവൻ അവർക്ക് നേരെ തിരിഞ്ഞു. രുദ്രൻ നേരെ സ്റ്റേജിലേക്ക് നടന്നു. നിങ്ങളുടെ ഈ AI ശബ്ദം മാത്രമല്ല ധർമ്മരാജൻ സാർ, നിങ്ങൾ യഥാർത്ഥത്തിൽ സംസാരിച്ച ആ ശബ്ദം കൂടി ഈ മീഡിയ കേൾക്കണം. 1 കോടി രൂപ കൊടുത്ത് സ്വന്തം പേരക്കുട്ടിയെ കൊല്ലിച്ച ആ ശബ്ദം. രുദ്രൻ ഫെലിക്സിനെ നോക്കി. ഫെലിക്സ് തൻ്റെ ലാപ്ടോപ്പ് തുറന്ന് ആ ഓഡിയോ പ്ലേ ചെയ്യാൻ തയ്യാറായി. എന്നാൽ ധർമ്മരാജൻ്റെ മുഖത്ത് യാതൊരു ഭയവുമില്ലായിരുന്നു. അയാൾ വളരെ ശാന്തനായി തൻ്റെ സ്റ്റെനോഗ്രാഫ് മെഷീനിൽ ഒരു ബട്ടൺ അമർത്തി. സ്ക്രീനിലേക്ക് നോക്കി നടുങ്ങിപ്പോയി ഫെലിക്സ്. ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ പൂർണ്ണമായും കറുത്തായി മാറി. അതിലൊരൊറ്റ വാക്ക് മാത്രം തെളിഞ്ഞു വന്നു: ഫയൽ കറപ്റ്റഡ്. സാർ, ഫെലിക്സ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഇതൊരു EMP ജാമറാണ്. ധർമ്മരാജൻ ഈ ഹാളിൽ ജാമർ വെച്ചിരിക്കുന്നു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ഡിജിറ്റൽ തെളിവും അയാൾ നശിപ്പിച്ചു കഴിഞ്ഞു സാർ. നമ്മുടെ കയ്യിൽ ഇനി ഒന്നും ബാക്കിയില്ല. ധർമ്മരാജൻ തൻ്റെ AI ശബ്ദത്തിലൂടെ ചിരിച്ചുകൊണ്ട് സ്പീക്കറിലൂടെ പറഞ്ഞു, ഇൻസ്പെക്ടർ രുദ്രൻ നായർ, നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. പോലീസിനെ വിളിക്കൂ. തെളിവുകളെല്ലാം നശിച്ചുപോയി. മീഡിയയ്ക്ക് മുന്നിൽ വെറും കൈയോടെ നിൽക്കുന്ന രുദ്രൻ നായർ ഇനി എങ്ങനെ അയാൾ ഈ കൊടും ക്രിമിനലിനെ പൂട്ടും? ധർമ്മരാജന്റെ മുഖത്ത് ഒരു വല്ലാത്ത വിജയച്ചിരി വിരിഞ്ഞു. അയാളുടെ AI ശബ്ദം ഹോളിനുള്ളിൽ മുഴങ്ങി. ഇൻസ്പെക്ടർ രുദ്രൻ നായർ, നിങ്ങളുടെ നാടകം കഴിഞ്ഞിരിക്കുന്നു. തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ വെറും വായുഗുളികകളാണ്. നിയമം പഠിച്ച എന്നെ കുടുക്കാൻ നിങ്ങളുടെ ഈ കൊച്ചുബുദ്ധി പോരാതെ പോയി. പോലീസിനെ വിളിക്കൂ. ഹോളിനുള്ളിൽ പരിഹാസച്ചിരികൾ ഉയർന്നു. കുഞ്ഞുമോൻ തളർന്ന് താഴെയിരുന്നു. ഫെലിക്സ് തൻ്റെ ലാപ്ടോപ്പ് ദേഷ്യത്തോടെ അടച്ചുവെച്ചു. എന്നാൽ രുദ്രൻ നായർ അനങ്ങിയില്ല. അയാൾ ആ ബഹളങ്ങൾക്കിടയിൽ കണ്ണുകൾ അടച്ചുനിന്നു. രുദ്രന്റെ അവസാനത്തെ മെഡിറ്റേഷൻ. 5 മിനിറ്റ്. അയാൾ തൻ്റെ തോളിലെ വേദനയോ ക്യാമറകളുടെ വെളിച്ചമോ അറിഞ്ഞില്ല. അയാളുടെ മനസ്സ് ആ പഴയ എസ്റ്റേറ്റിലെ കരിങ്കല്ലുകളിലേക്കും തുരുമ്പിച്ച വേലികളിലേക്കും മടങ്ങിപ്പോയി. രുദ്രൻ പതുക്കെ കണ്ണുകൾ തുറന്നു. അയാൾ തൻ്റെ ഇടത്തെ കൈ കുഞ്ഞുമോന്റെ പോക്കറ്റിലേക്ക് കടത്തി. അവിടെ നിന്നും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ആ തുരുമ്പിച്ച ഇരുമ്പാണി നെയിൽ പുറത്തെടുത്തു. അയാളത് ഉയർത്തി ക്യാമറകൾക്ക് നേരെ പിടിച്ചു. ധർമ്മരാജൻ സാർ, നിങ്ങൾ ഡിജിറ്റൽ ലോകത്തെ രാജാവായിരിക്കാം, പക്ഷേ ഈ ലോകത്തിന് ഒരു അനലോഗ് സത്യം കൂടിയുണ്ട്. ഈ ആണി, ഇതിന്റെ മുനയിലുള്ളത് ആമിനയുടെ രക്തമല്ല. ഇതിന്റെ അടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് 30 വർഷം മുൻപുള്ള മറ്റൊരു രക്തമാണ്. നിങ്ങളുടെ അച്ഛൻ 30 വർഷം മുൻപ് ഗോപിനാഥന്റെ മകളെ കൊല്ലാൻ ഉപയോഗിച്ച അതേ ആണി. ധർമ്മരാജന്റെ മുഖത്തെ ചിരി മാഞ്ഞു. അയാളുടെ വിരലുകൾ സ്റ്റെനോഗ്രാഫ് മെഷീനിൽ നിശ്ചലമായി. രുദ്രൻ സ്റ്റേജിനു പിന്നിലെ വലിയ സ്ക്രീനിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ ഹോം മിനിസ്റ്റർ വിശ്വനാഥ മേനോന്റെ ലൈവ് ദൃശ്യങ്ങളുണ്ടായിരുന്നു. മിനിസ്റ്റർ വിശ്വനാഥ മേനോൻ, നിങ്ങളിത് കേൾക്കുന്നുണ്ടെന്നെനിക്കറിയാം. നിങ്ങളുടെ സ്വന്തം വക്കീൽ നിങ്ങളുടെ മകളെ കൊന്നത് പണത്തിനു വേണ്ടിയല്ല. 30 വർഷം മുൻപ് നിങ്ങളുടെ അച്ഛൻ ചെയ്ത ആ കൊലപാതകത്തിന്റെ ആയുധം അയാൾ തന്റെ ലൈബ്രറിയിൽ ഒരു ട്രോഫി പോലെ സൂക്ഷിച്ചുവെച്ചിരുന്നു. അതുപയോഗിച്ച് അയാൾ നിങ്ങളുടെ മകളെ ഇല്ലാതാക്കി. നിങ്ങളുടെ രക്തത്തെ അയാൾ ശപിക്കപ്പെട്ടതായി കണ്ടു. ഇതിന് നിങ്ങളാണോ മറുപടി പറയേണ്ടത്? പ്രസ് ക്ലബിന്റെ സൈഡ് ഡോർ തുറന്ന് ഹോം മിനിസ്റ്റർ വിശ്വനാഥ മേനോൻ നേരിട്ട് സ്റ്റേജിലേക്ക് നടന്നുവന്നു. അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭ്രാന്തമായ സങ്കടമുണ്ടായിരുന്നു. ധർമ്മരാജൻ വിറയ്ക്കാൻ തുടങ്ങി. മിനിസ്റ്റർ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ടേപ്പ് റെക്കോർഡർ മേശപ്പുറത്തു വച്ചു. നിങ്ങളുടെ ജാമർ ഇതിൽ വർക്കാവില്ല ധർമ്മരാജ. ഇത് മാഗ്നറ്റിക് ടേപ്പാണ്. എന്റെ മകൾ ആമിനയെ കൊല്ലാൻ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ഒറിജിനൽ ശബ്ദം ഇതിലുണ്ട്. എന്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ വാങ്ങിയ ആ പണത്തിന്റെ കണക്കുകൾ ഇതിലുണ്ട്. അവൾ ജനിച്ചത് തന്നെ ഒരു ശാപമായിട്ടാണ് വിശ്വനാഥ. എന്റെ അച്ഛൻ അന്ന് ഒളിപ്പിച്ചുവെച്ച ആ സത്യം ഇന്ന് ഞാൻ പൂർത്തിയാക്കും. ആമിനയെ സമീർ ഇല്ലാതാക്കും. നിന്റെ രാഷ്ട്രീയ ഭാവി എന്റെ കയ്യിലാണ്. ഹോൾ നിശബ്ദമായി. ധർമ്മരാജൻ കസേരയിൽ നിന്നും താഴെ വീണു. 100 കണക്കിന് പത്രക്കാർക്ക് മുന്നിൽ ആ വലിയ കുറ്റവാളി തകർന്നു വീണു. ഉടൻ തന്നെ പുറത്തു നിന്നിരുന്ന സിറ്റി പോലീസ് കമ്മീഷണർ സ്റ്റേജിലേക്ക് കയറി ധർമ്മരാജന്റെയും സമീറിന്റെയും കൈകളിൽ വിലങ്ങുവെച്ചു.
വണ്ടിപ്പരിയാറിലെ ആ കുന്നിൻ മുകളിൽ രുദ്രനും ഫെലിക്സും കുഞ്ഞുമോനും നിന്നു. താഴെ ഗ്ലെൻമേരി എസ്റ്റേറ്റിന്റെ ആ പഴയ ബംഗ്ലാവ് JCBകൾ ഇടിച്ചു നിരത്തുകയാണ്. ആമിനയുടെ ശരീരം കണ്ടെടുത്ത ആ സ്ഥലം ഇപ്പോൾ ഒരു നിരപ്പായ ഭൂമിയായി മാറിക്കഴിഞ്ഞു. പക്ഷേ ആ മണ്ണ് മൂടുന്നതിനു മുൻപ് രുദ്രനും സംഘവും ആമിനയ്ക്കൊരു ചെറിയ കല്ലറ ഒരുക്കിയിരുന്നു. സർ, എല്ലാം അവസാനിച്ചു അല്ലേ? ആമിനയ്ക്കൊടുവിൽ നീതി കിട്ടി. പക്ഷെ അതിന് കൊടുത്ത വില എത്ര വലുതാണ്! ഓരോ കല്ലിനടിയിലും ഓരോ കഥകളുണ്ട് സർ. ചിലത് നമ്മൾ കണ്ടുപിടിക്കും, ചിലത് എന്നും ഈ മണ്ണിനടിയിൽ തന്നെ കിടക്കും. ഫെലിക്സ് തന്റെ ലാപ്ടോപ്പ് ബാഗ് തോളിലിട്ടു. അയാളുടെ മുഖത്ത് ആ പഴയ ഗൗരവം തിരിച്ചു വന്നിരുന്നു. കുഞ്ഞുമോൻ, നീതി എന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, ഇതൊരു സൈക്കിളാണ്. 30 വർഷം മുൻപ് നടന്ന ആ തെറ്റ് തിരുത്താൻ ഈ കുഞ്ഞിന്റെ ജീവൻ വേണ്ടി വന്നു. ഫോറൻസിക് സയൻസിന് ബോഡികൾ അനലൈസ് ചെയ്യാം, പക്ഷെ മനുഷ്യന്റെ പകയെ അനലൈസ് ചെയ്യാൻ കഴിയില്ല സർ. ഞാൻ തിരികെ കോട്ടയത്തേക്ക് പോകുകയാണ്. എന്റെ പൂച്ച എക്സിബിറ്റ് A എന്നെ കാത്തിരിപ്പുണ്ടാകും. രുദ്രൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ കപ്പിലെ അവസാനത്തെ തുള്ളി കട്ടൻ കാപ്പിയും കുടിച്ചു തീർത്തു. അയാൾ ആ കപ്പ് താഴെയുള്ള കൊക്കയിലേക്കെറിഞ്ഞു. തന്റെ തോളിലെ മുറിവിൽ അയാളൊന്ന് പതുക്കെ തൊട്ടു. കടം തീർന്നു കുഞ്ഞുമോൻ. 30 വർഷം മുൻപ് ആ സെക്രട്ടറിയുടെ മകൾക്ക് നിഷേധിച്ച നീതി ഇന്ന് ആമിനയിലൂടെ നമ്മൾ തിരികെ കൊടുത്തു. മനുഷ്യൻ എപ്പോഴും തോക്കുകളും മന്ത്രവാദവും കൊണ്ട് സത്യത്തെ മൂടിവെക്കാൻ നോക്കും. പക്ഷെ പ്രകൃതി അത് അനുവദിക്കില്ല. സത്യം ഈ മഞ്ഞിനെ പോലെയാണ്. അത് പതുക്കെയാണെങ്കിലും എല്ലാത്തിനെയും വെളിപ്പെടുത്തും. ബൊലേറോ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം. രുദ്രൻ നായരും ഫെലിക്സും കുഞ്ഞുമോനും പതുക്കെ ആ കുന്നിൻ മുകളിൽ നിന്നും താഴേക്കിറങ്ങി. മൂടൽ മഞ്ഞിലേക്ക് ആ ജീപ്പ് മറഞ്ഞു. വണ്ടിപ്പരിയാറിലെ ആ നിശബ്ദ ശവക്കുഴി ഇപ്പോൾ ഒരു പുതിയ കഥ പറയുകയാണ്. നീതിയുടെയും അതിജീവനത്തിന്റെയും കഥ. അന്വേഷണം അവസാനിച്ചിരിക്കുന്നു. 25 അധ്യായങ്ങൾ നീണ്ട ഈ യാത്ര ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളിപ്പോൾ കണ്ടത് വെറുമൊരു കഥയല്ല, നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്. ഈ കേസിൽ രുദ്രൻ നായർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു. നമ്മൾ സുരക്ഷിതരാണെന്നത് വെറുമൊരു തോന്നൽ മാത്രമാണ്. നിങ്ങളുടെ ചോരയെപ്പോലും വിലയ്ക്കു വാങ്ങാൻ മടിക്കാത്ത ഒരു ക്രൂരമായ സിസ്റ്റത്തിലാണ് നിങ്ങളും ജീവിക്കുന്നത്. നാളെ ഈ അവസ്ഥ നിങ്ങൾക്ക് വരികയില്ലെന്ന് എന്താണ് ഉറപ്പ്? ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലൂടെയും ഷെയർ ചെയ്യുന്നതിലൂടെയും നിങ്ങൾ പകുതി സത്യങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ മറികടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളോടൊപ്പം ചേരുക.